നിങ്ങൾക്കേവർക്കും ഈ ബയോട്ടോറിയത്തിലേക്ക് ഹാർദമായ സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ബയോമാഗ്നറ്റിസത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ സയന്റിഫിക്കായി മനസ്സിലാക്കാൻ പോവുകയാണ്. കാരണം ബയോമാഗ്നറ്റിസത്തെക്കുറിച്ച് പലർക്കും മാത്രം അറിവില്ല. ലോകത്തിൽ പലർക്കും ഈ മാഗ്നറ്റിസം എന്താണെന്ന് പോലും അറിയില്ല. അറിയാമെങ്കിൽ തന്നെ അത് പരിമിതവുമായിരിക്കും. കാരണം ഈ മാഗ്നറ്റിസത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്തെന്നാൽ ഇത് പല ആംഗിൾസിലും ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നു. ഇന്നിവിടെ മാഗ്നറ്റിസത്തെക്കുറിച്ച് ലോകത്തിൽ ആദ്യമായി ഒരു ഫിലിം ചെയ്യുകയാണ്. ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മാഗ്നറ്റിസം എന്താണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയുണ്ടാവും. ഈ ഫിലിം നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ വളരെ ശ്രദ്ധയോടെ തന്നെ കാണണം. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള കൺഫ്യൂഷനുകളും തെറ്റിദ്ധാരണകളും സംശയങ്ങളും എല്ലാം മാറിക്കിട്ടും. ഇന്ന് മാഗ്നറ്റിസത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. മാഗ്നറ്റിസം നമ്മുടെ ശരീരത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു, നമ്മുടെ ശരീരം മാഗ്നറ്റിനോട് എങ്ങനെ പ്രതികരിക്കുന്നു, നമ്മുടെ ശരീരത്തിൽ എങ്ങനെ രോഗങ്ങൾ ഉണ്ടാകുന്നു. മാഗ്നറ്റ് ഹീലിംഗ് എന്ന വർക്കാണ് ചെയ്യുന്നത്. എന്നാൽ അത് എങ്ങനെ? ഹീലിംഗിനായി മാഗ്നറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്താണ് ബ്ലഡ് സെൽസ്, എന്താണ് ബ്ലഡ് സർക്കുലേഷൻ, എന്താണ് ഓക്സിജൻ, എന്താണ് അയൺ, എന്താണ് ഹീമോഗ്ലോബിൻ, ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഇന്ന് നമുക്ക് ഉത്തരം കിട്ടുന്നതാണ്. ഇനി നമുക്ക് പഞ്ചഭൂതങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാം. നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. എന്നാൽ അവ ശരീരവുമായി എങ്ങനെ പ്രവർത്തിക്കുന്നു, നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം എന്താണ്, മാഗ്നറ്റ് ശരീരത്തെ എത്രത്തോളം സ്വാധീനിക്കുന്നു, ഇതെല്ലാം സയന്റിഫിക്കായി തെളിയിക്കപ്പെടുകയാണ്. ബയോമാഗ്നറ്റിസം എന്നത് ഒരു നാച്ചുറൽ ഓൾട്ടർനേറ്റീവ് സപ്പോർട്ടിംഗ് തെറാപ്പിയാണ്. ബയോമാഗ്നറ്റിസത്തിന് സൈഡ് എഫക്ട്സ് ഒന്നും തന്നെയില്ല. ഇത് നമ്മുടെ ശരീരത്തെ ഹീൽ ചെയ്യാൻ സഹായിക്കുന്നു. ഇന്ന് നമ്മൾ മനസ്സിലാക്കും നമ്മുടെ ശരീരത്തിൽ എന്തുകൊണ്ടാണ് ഡിസീസസ്, ഡിസ്ഫങ്ഷൻസ്, ഡിസോർഡേഴ്സ് എന്നിവ ഉണ്ടാകുന്നതെന്ന്. എന്തുകൊണ്ടാണ് ശരീരത്തിൽ പെയിൻ ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ഈ കാരണങ്ങൾ ഇതുവരെ നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. എന്നാൽ ഞാനത് സയന്റിഫിക്കായി തെളിയിക്കുകയാണ്. ഇന്ന് ഈ വീഡിയോയിലൂടെ സയന്റിഫിക് എവിഡൻസോടുകൂടി ആ സത്യം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. എന്താണ് ബയോമാഗ്നറ്റിസം? നമ്മുടെ ഭൂമി തന്നെ ഒരു വലിയ മാഗ്നറ്റ് ആണ്. ഭൂമിയുടെ നോർത്ത് പോൾ, സൗത്ത് പോളിനൊക്കെ മാഗ്നറ്റിക് ഫ്രീക്വൻസി ഉണ്ട്. അതുപോലെ നമ്മളിലെ ബയോമാഗ്നറ്റിസത്തിന്റെ സൗത്ത് പോളും നോർത്ത് പോളും ബയോമാഗ്നറ്റിക് ഫ്രീക്വൻസി റിലീസ് ചെയ്യുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാവുന്നത്? 99.99% causes of the disease and disorder only due to the lack of blood circulation and oxygen level. നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഡിസ്റ്റർബ് ആകുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഡിസോൾഡ് ഓക്സിജൻ കുറഞ്ഞു പോകുന്നു. ഇത് ലോകം മുഴുവൻ അറിവുള്ളതാണ്. മാഗ്നറ്റിസത്തെക്കുറിച്ച് ധാരാളം പുസ്തകങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചുള്ള കോടിക്കണക്കിന് ഇൻഫർമേഷൻസ് ഇന്റർനെറ്റിൽ ലഭ്യമാണ്. ബയോമാഗ്നറ്റിസത്തിന് ഒരു കോമൺ കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ പറയുന്ന ബയോമാഗ്നറ്റിസം എന്തെന്നാൽ നാച്ചുറൽ ബയോമാഗ്നറ്റിസമാണ്. Natural biomagnetism improves your blood circulation and by default enhances your oxygen level. നിങ്ങളുടെ ബോഡിയിലെ ഓക്സിജൻ ലെവൽ പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് സെൽസ് ഹെൽത്തി ആയിരിക്കും. ബ്ലഡ് സെൽസ് ഹെൽത്തി ആണെങ്കിൽ ഓർഗൻ പാർട്സ് ഹെൽത്തി ആയിരിക്കും. ഓർഗൻ പാർട്സ് ഹെൽത്തി ആണെങ്കിൽ ബോഡി ഹെൽത്തി ആയിരിക്കും. ബ്ലഡ് സെൽസ് അൺഹെൽത്തി എങ്കിൽ ഓർഗൻ പാർട്സ് അൺഹെൽത്തി. ഓർഗൻ പാർട്സ് അൺഹെൽത്തി എങ്കിൽ ബോഡി അൺഹെൽത്തി. ബ്ലഡ് സെൽസ് ഡെഡ് ആണെങ്കിൽ ബോഡി ഡെഡ്. ഇത് വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അതിന്റെ റൂട്ട് കോസ് കണ്ടെത്തണം. നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും ഓക്സിജൻ ലെവലും കൃത്യമായ രീതിയിൽ പോയില്ലെങ്കിൽ നിങ്ങൾ തലകുത്തി മറിഞ്ഞാലും ഡാൻഡിയ ഡാൻസ് കളിച്ചാലും ഡിസ്കോ ഡാൻസ് കളിച്ചാലും നിങ്ങളുടെ പ്രശ്നം ഒരിക്കലും സോൾവ് ആവില്ല. അഥവാ സോൾവ് ആയാൽ തന്നെ അത് ടെമ്പററി ആയിരിക്കും. സുഹൃത്തുക്കളെ, ലോകത്തിലെ എന്ത് ഹെൽത്ത് സയൻസും മനസ്സിലാക്കുന്നതിന് മുൻപ് രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അതായത് ബ്ലഡ് സർക്കുലേഷന്റെയും ഓക്സിജന്റെയും പ്രാധാന്യം അറിഞ്ഞാൽ അത് നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെടും. മനുഷ്യർ ശരീരം ഉപയോഗിച്ചാണ് പണം ഉണ്ടാക്കുന്നത്. എന്നാൽ ആ ശരീരം നന്നാക്കാൻ വേണ്ടി പണം മുഴുവൻ ചിലവാക്കുന്നു. ബ്ലഡ് സർക്കുലേഷന്റെയും ഓക്സിജൻ ലെവലിന്റെയും ഡിസ്റ്റർബൻസസ് മൂലമാണ് ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ അസുഖം പിടിച്ചിരിക്കാതെ വെറുതെ ഡോക്ടേഴ്സിനെ കണ്ട് പണം ചിലവാക്കി കളയാതെ കുടുംബത്തിനും സമൂഹത്തിനും സങ്കടം വരുത്തി വെക്കാതെ ബ്ലഡ് സർക്കുലേഷന്റെയും ഓക്സിജൻ ലെവലിന്റെയും കാര്യത്തിൽ ഏറെ ശ്രദ്ധ പുലർത്തണം. ഒരു ഗുണവുമില്ലാതെ വെറുതെ പണം ചിലവാക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഇത് വളരെ സിമ്പിൾ ആണ്. ഓക്സിജനും ബ്ലഡ് സർക്കുലേഷനും കൃത്യമായ രീതിയിൽ കൊണ്ടുപോയാൽ നിങ്ങളുടെ പ്രശ്നം സോൾവ് ആകും. മാഗ്നറ്റ് നിങ്ങളുടെ ശരീരത്തെ ഹീൽ ചെയ്യും. നമ്മുടെ ഭൂമി തന്നെ ഒരു മാഗ്നറ്റ് ആണ്. ഭൂമിയിലെ നോർത്ത് പോളും സൗത്ത് പോളും മാഗ്നറ്റിക് ഫ്രീക്വൻസി റിലീസ് ചെയ്യുന്നു. അതിനാലാണ് ഭൂമിയിൽ ജീവജാലങ്ങൾ ഉള്ളത്.
സുഹൃത്തുക്കളെ, ബയോമാഗ്നറ്റിസത്തിന്റെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിനെ കുറിച്ച് അറിയുന്നതിന് മുൻപേ ആദ്യം നമ്മൾ നമ്മുടെ ഭൂമിയെ കുറിച്ച് അറിയണം. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ മാഗ്നറ്റിസത്തെ കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ച് പല ടെക്സ്റ്റ് ബുക്കുകളിലൂടെയും നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. 7th, 8th, 9th, 10th ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കുകളിൽ മാഗ്നറ്റിസത്തിന്റെ ഇന്നർ കോർ, ഔട്ടർ കോറുകളെ കുറിച്ചൊക്കെ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. നമ്മുടെ മെമ്മറിയൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ ഞാൻ ഒരിക്കൽ കൂടി അത് പറയാം. ആദ്യം നമ്മൾ നമ്മുടെ ഭൂമിയെക്കുറിച്ച് മനസ്സിലാക്കണം. നമ്മുടെ ഭൂമി എന്താണ്, അതെങ്ങനെയാണ് മാഗ്നറ്റിക് ഫ്രീക്വൻസി റിലീസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ എന്റെ മുന്നിൽ ഒരു ഗ്ലോബ് ഉണ്ട്. ഭൂമിയുടെ ഫംഗ്ഷനിങ് എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഭൂമിക്ക് പലതരത്തിലുള്ള ലെയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഭൂമിയുടെ ഔട്ടർ കോറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതാണ് ഭൂമിയുടെ ഔട്ടർ കോർ. ഇത് ഭൂമിയുടെ ഏകദേശം 5000 കിലോമീറ്റർ ഉള്ളിലാണ്. അവിടെ ഒരു ഹോട്ട് അയൺ നിക്കൽ സമുദ്രമുണ്ട്. അത് ഒരു 6000 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ്. ഇപ്പോൾ 6000 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ സിമ്പിൾ ലാംഗ്വേജിൽ പറയാം. 1500 ഡിഗ്രി സെൽഷ്യസിൽ അയൺ ഉരുകി വെള്ളമാകും. ഭൂമിയുടെ ഉള്ളിൽ ഒരു ഹോട്ട് അയൺ സമുദ്രമാണുള്ളത്. അതിന് 6000 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഔട്ടർ കോർ എത്രമാത്രം ചൂടേറിയതാണെന്ന്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ഇന്റർനെറ്റിലൂടെ ലഭിക്കും. ഇവിടെയാണ് ഭൂമിയുടെ മാഗ്നറ്റിക് ഫ്രീക്വൻസി റിലീസ് ചെയ്യുന്നത്. നമ്മുടെ ഭൂമി സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യന് ചുറ്റും വലയം വയ്ക്കുന്നു. നമ്മുടെ ഭൂമിക്ക് ചുറ്റും ചന്ദ്രനും കറങ്ങുന്നു. നമ്മുടെ ഭൂമി ഒരു മണിക്കൂറിൽ 1000 കിലോമീറ്റർ വേഗതയിൽ കറങ്ങുമ്പോൾ ഭൂമിക്കുള്ളിലെ ഔട്ടർ കോർ എന്ന 6000 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഹോട്ട് അയൺ സമുദ്രവും ഭൂമിയോടൊപ്പം അതേ വേഗതയിൽ കറങ്ങുന്നു. ഇത്ര വേഗത്തിൽ അത് കറങ്ങുന്നതിന്റെ ഭാഗമായി ഒരു സ്ട്രോങ് ഫ്രിക്ഷൻ അവിടെ ഉണ്ടാകുന്നു. ഈ ഫ്രിക്ഷൻ അവിടെ ഒരു ഹൈ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു. ഈ ഇലക്ട്രിസിറ്റി പിന്നീട് മാഗ്നറ്റിക് ഫോഴ്സായും മാഗ്നറ്റിക് എനർജിയായും കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഈ മാഗ്നറ്റിക് ഫ്രീക്വൻസി ഉള്ളതിനാലാണ് ഭൂമിയിൽ ജീവജാലങ്ങൾ നിലനിൽക്കുന്നത്. നാസയിലെ ശാസ്ത്രജ്ഞന്മാർ പല പ്ലാനറ്റുകളിലും ജീവജാലങ്ങളെ കണ്ടെത്താൻ ശ്രമിച്ചു. പക്ഷെ ഒന്നിലും അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഭൂമിയിൽ ജീവജാലങ്ങൾ വസിക്കുന്നതിന്റെ കാരണം തന്നെ ഭൂമി ഒരു മാഗ്നറ്റ് ആയതുകൊണ്ടാണ്. അങ്ങനെ ഭൂമി മാഗ്നറ്റിക് ഫ്രീക്വൻസി റിലീസ് ചെയ്യുന്നു. ആ മാഗ്നറ്റിക് ഫ്രീക്വൻസി ഉള്ളതുകൊണ്ടാണ് ഓരോ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുന്നത്. ഭൂമിയുടെ മാഗ്നറ്റിക് ഫ്രീക്വൻസിയെ കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അതിനുശേഷം മാഗ്നറ്റിസം മനുഷ്യ ശരീരത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു, മനുഷ്യ ശരീരം മാഗ്നറ്റിനോട് എങ്ങനെ പ്രതികരിക്കുന്നു, ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സയന്റിഫിക്കായി വളരെ ആഴത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഭൂമിയുടെ നോർത്ത് പോളും സൗത്ത് പോളും മാഗ്നറ്റിക് ഫ്രീക്വൻസി റിലീസ് ചെയ്യുന്നു. അതിനാൽ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷനിൽ ഒരു പുഷ് ആൻഡ് പുൾ സംഭവിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നത്. അതിന്റെ ഫലമായി ശരീരത്തിലെ ഓക്സിജന്റെ അളവ് വർദ്ധിക്കുന്നു. ഓക്സിജനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇനി ഞാൻ പറയാം. ഓക്സിജൻ, ബ്ലഡ് സർക്കുലേഷൻ, അയൺ എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുൻപേ പഞ്ചഭൂതങ്ങളെ പറ്റി നമുക്ക് അറിയേണ്ടതുണ്ട്. കാരണം പഞ്ചഭൂതങ്ങളെ കുറിച്ച് മനസ്സിലാക്കാത്തതുവരെ അവയ്ക്ക് ഇവയുമായുള്ള ഇന്റർ കണക്ഷൻസ് എന്തെന്ന് മനസ്സിലാവില്ല. നമ്മുടെ ശരീരം ഒരു ഇൻവിസിബിൾ ഡോട്ട് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആ ഇൻവിസിബിൾ ഡോട്ട് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. എന്തെല്ലാമാണ് ഈ പഞ്ചഭൂതങ്ങൾ? വായു, ജലം, അഗ്നി, സൺറൈസ്. പിന്നെ 5th എലമെന്റ് ആണ് മാഗ്നറ്റിക് എനർജി. നമ്മുടെ ഭൂമി തന്നെ ഒരു മാഗ്നറ്റ് ആണ്. ഭൂമിയുടെ നോർത്ത് പോളും സൗത്ത് പോളും മാഗ്നറ്റിക് ഫ്രീക്വൻസി റിലീസ് ചെയ്യുന്നു. ഇന്ന് പഞ്ചഭൂതങ്ങൾ നമുക്ക് ശരിയായ രീതിയിൽ ലഭിക്കുന്നില്ല. ആരാണ് വായു മലിനമാക്കിയത്? മനുഷ്യർ. ആരാണ് ജലം മലിനമാക്കിയത്? മനുഷ്യർ. ആരാണ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ച് ഭൂമിയെ നശിപ്പിച്ചത്? അതും മനുഷ്യർ. ഇന്ന് നമുക്ക് സൂര്യരശ്മികൾ പോലും കൃത്യമായ രീതിയിൽ ലഭിക്കുന്നില്ല. കാരണം നമ്മൾ വാതിലുകളും ജനലുകളും അടച്ച് വീടിനുള്ളിൽ തന്നെ ഇരിക്കുകയാണ്. അതിനാൽ രാവിലെ 4:30 മുതൽ 5 മണി വരെയുള്ള സൂര്യരശ്മികൾ നമുക്ക് ലഭിക്കുന്നില്ല. ആ സൂര്യരശ്മികൾ മനുഷ്യ ശരീരത്തിന് വളരെ ഗുണകരമായ ഒന്നാണ്. ഇങ്ങനെ പുറത്തിറങ്ങാതിരിക്കുന്നതിന്റെ ഫലമായി മനുഷ്യ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞിരിക്കുന്നു. നമുക്ക് പഞ്ചഭൂതങ്ങൾ ലഭിക്കുന്നില്ല. 5ാമത്തെ എലമെന്റ് ആണ് ബ്ലഡ് സർക്കുലേഷന്റെ പുഷ് ആൻഡ് പുൾ മൂവ്മെന്റിന് കാരണമാകുന്നത്. ഒഴുകുന്ന വെള്ളം കുടിക്കാൻ യോഗ്യമാണ്. എന്നാൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ആയിരക്കണക്കിന് വൈറസുകളും ബാക്ടീരിയകളും പ്രവേശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ ബ്ലഡ് സർക്കുലേഷനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. 99.99% causes of disease and disorder or any type of dysfunction only due to the lack of blood circulation or oxygen level. നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷനും ഓക്സിജൻ ലെവലും കുറയുകയാണെങ്കിൽ തലകുത്തി മറിഞ്ഞാലും ശരി, ഡിസ്കോ ഡാൻസ് കളിച്ചാലും ശരി, നിങ്ങളുടെ ശരീരത്തിലെ പ്രശ്നം മാറുകയില്ല. അത്രയേറെ പ്രധാനപ്പെട്ട ഒന്നാണ് മാഗ്നറ്റിസത്തെ കുറിച്ചുള്ള അറിവ്. മാഗ്നറ്റിസം ഒരു അസുഖത്തിന്റെയും മരുന്നല്ല.
മാഗ്നറ്റ് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷനെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നു. ആൻഡ് ബൈ ഡിഫോൾട്ട് നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ ലെവൽ കൂട്ടുകയും ചെയ്യും. നമ്മുടെ ശരീരം മുഴുവൻ ബ്ലഡ് സെൽസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. ഈ ബ്ലഡ് സെൽസ് നിലനിൽക്കുന്നതിനായി ഓക്സിജൻ ആവശ്യമാണ്. ഈ നഖം, ഈ മുടി, ഈ സ്കിൻ, ഈ എല്ല്, അങ്ങനെ ശരീരത്തിലുള്ള 78 ഓർഗൻ പാർട്സും പൂർണ്ണമായും ബ്ലഡ് സെൽസാൽ നിർമ്മിക്കപ്പെട്ടതാണ്. നമ്മുടെ ബ്ലഡ് സെൽസിന് കൃത്യമായ അളവിൽ ഓക്സിജൻ ലഭിച്ചാൽ ബ്ലഡ് സെൽസ് ഹെൽത്തി ആയിരിക്കും. ബ്ലഡ് സെൽസ് ഹെൽത്തി ആണെങ്കിൽ ഓർഗൻ പാർട്സ് ഹെൽത്തി. ബ്ലഡ് സെൽസ് അൺഹെൽത്തി, ഓർഗൻ പാർട്സ് അൺഹെൽത്തി. ബ്ലഡ് സെൽസ് ഡെഡ് എങ്കിൽ ബോഡി ഡെഡ്. ഇത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ ബ്ലഡ് സെൽസിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ പിന്നീടുള്ളതെല്ലാം വളരെ വേഗത്തിൽ മനസ്സിലാവും. ബ്ലഡ് സെൽസ്, ഭൂമിയിലെ ഏത് അസുഖവും ആദ്യം ബ്ലഡ് സെൽസിലേക്കാണ് എത്തുന്നത്. അങ്ങനെ ബ്ലഡ് സെൽസിലൂടെയാണ് ശരീരം മുഴുവനും രോഗം ബാധിക്കുന്നത്. അതിനാൽ ഓക്സിജൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് നമ്മുടെ ബ്ലഡ് സെൽസിന് നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ളത്? നമ്മുടെ ജീവൻ നിലനിൽക്കണമെങ്കിൽ ന്യൂട്രീഷ്യസ് ഫുഡ്, വാട്ടർ, സൺറൈസ് ആൻഡ് ഓക്സിജൻ. ഇനി നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. നമുക്കെല്ലാം ലഭിച്ചു, വായുവില്ല, എങ്ങനെ ജീവിക്കും? എല്ലാം ലഭിച്ചാലും ജലമില്ലെങ്കിൽ എങ്ങനെ ജീവിക്കും? എല്ലാം ലഭിച്ചാലും നല്ല ഭക്ഷണം നമുക്ക് കിട്ടിയില്ലെങ്കിൽ എങ്ങനെ ജീവിക്കും? എല്ലാം ലഭിച്ചിട്ടും സൂര്യപ്രകാശം ലഭിക്കുന്നില്ല. അതായത് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറിന് ആവശ്യമായ സൂര്യപ്രകാശമില്ലെങ്കിൽ എങ്ങനെ ജീവിക്കും? എല്ലാം ലഭിച്ചാലും ഭൂമിയുടെ മാഗ്നറ്റിക് പവർ ലഭിച്ചില്ലെങ്കിൽ എങ്ങനെ ജീവിക്കും? ഭൂമിയുടെ മാഗ്നറ്റിക് പവർ കൊണ്ടും നോർത്ത് പോൾ സൗത്ത് പോൾ മാഗ്നറ്റിക് വേവ്സ് കൊണ്ടുമാണ് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷനിൽ പുഷ് ആൻഡ് പുൾ എനർജി ഫോഴ്സ് ഡെവലപ്പ് ആവുന്നത്. നമ്മൾ ശ്വസിക്കുന്ന മൂക്ക്, ഇടത് വലത് ശ്വാസകോശങ്ങളിൽ ഓക്സിജൻ സംഭരിച്ചിരിക്കുന്ന ഈ കാന്തികത, ഇരുമ്പ് എന്നിവ നമ്മുടെ ശരീരത്തിലുടനീളം ഓക്സിജൻ പരത്തുന്ന പങ്ക് വഹിക്കുന്നു. ഏതൊരു മനുഷ്യനും 65 കിലോ ഭാരമുണ്ടെങ്കിൽ, അതായത് 65 കിലോ ഭാരമുള്ള ഒരു മനുഷ്യ ശരീരത്തിനുള്ളിൽ ഏകദേശം 1,20,000 കലോറി ഉണ്ടാകും. അതിനാൽ ആ മനുഷ്യന് ഒരു ദിവസം ജീവിക്കാൻ 2000 കലോറി ആവശ്യമാണ്. ഏറ്റവും മോശ സാഹചര്യത്തിൽ 60 days വിതൗട്ട് എനി ഫുഡ്, വിതൗട്ട് എനി ന്യൂട്രീഷൻസ് മനുഷ്യന് ജീവിക്കാൻ കഴിയും. വിതൗട്ട് എനി വാട്ടർ 15-16 ദിവസം വരെ മനുഷ്യന് ജീവിക്കാൻ സാധിക്കും. എന്നാൽ ഓക്സിജൻ ഇല്ലാതെ നമ്മുടെ രക്തകോശങ്ങൾക്ക് അല്ലെങ്കിൽ ശരീരത്തിന് ഏതാനും നിമിഷങ്ങൾ പോലും ജീവിക്കാൻ കഴിയില്ല. ഇത് സംബന്ധിച്ച് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ മൂക്കും വായും അമർത്തി പരിശോധിക്കാം. 40-50 സെക്കൻഡിനുള്ളിൽ ഈ സംശയത്തിന് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും. ലോകമെമ്പാടും കാന്തികതയെക്കുറിച്ച് കോടിക്കണക്കിന് പുസ്തകങ്ങളുണ്ട്. മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ട കോടിക്കണക്കിന് വിവരങ്ങൾ ഇന്റർനെറ്റിൽ ലഭ്യമാണ്. ഇത് തന്നെയാണ് നിങ്ങളോട് ഞാൻ ഒരിക്കൽ കൂടി പറയാൻ പോകുന്നത്. മാഗ്നറ്റ് ഇംപ്രൂവ്സ് യുവർ ബ്ലഡ് സർക്കുലേഷൻ. മാഗ്നറ്റ് നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും അതോടൊപ്പം ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കാൻ നിങ്ങളുടെ ശരീരത്തെ സഹായിക്കുകയും ചെയ്യുന്നു. മാഗ്നറ്റ്, അയൺ, ഓക്സിജൻ എന്നിവയുടെ ബന്ധം എന്താണ്? അത് ഞാൻ നിങ്ങൾക്ക് വളരെ ആഴത്തിൽ വിശദീകരിക്കാം. എന്താണ് മാഗ്നറ്റിസം, എന്താണ് മാഗ്നറ്റിസത്തിന്റെ പ്രവർത്തനം, ഇതെല്ലാം നമ്മൾ ഇവിടെ ശരിയായി മനസ്സിലാക്കുന്നു. ഒന്നാമതായി നമ്മുടെ ഹൃദയം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കണം. അതിനു മുമ്പ് ഭൂമിയും നമ്മുടെ ശരീരവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കണം. നമ്മുടെ ഹൃദയം, നമ്മുടെ തലച്ചോറ് എന്നിവയെക്കുറിച്ച് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാക്കാം. നമ്മുടെ ഹൃദയം ഭൂമിയുടെ മാഗ്നറ്റിക് ഫ്രീക്വൻസിയുമായി നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഭൂമിയിൽ നിന്ന് പുറത്തുവിടുന്ന മാഗ്നറ്റിക് ഫ്രീക്വൻസി നമ്മുടെ ശരീരം അബ്സോർവ് ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിന് 50 ലക്ഷം സുഷിരങ്ങളുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്രീക്വൻസി വലിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ 50 ലക്ഷം സുഷിരങ്ങളാണ്. ഞാൻ നിൽക്കുന്ന ഈ ഹോളിൽ ഓക്സിജന്റെ സാന്നിധ്യം ഉള്ളതുപോലെ ഓക്സിജനോടൊപ്പം ഭൂമിയുടെ മാഗ്നറ്റിക് ഫ്രീക്വൻസിയും നിലനിൽക്കുന്നു. നിങ്ങൾക്ക് ഓക്സിജൻ കാണാൻ കഴിയാത്തതുപോലെ മാഗ്നറ്റിക് ഫ്രീക്വൻസിയും കാണാൻ കഴിയില്ല. കാരണം മാഗ്നറ്റിക് ഫ്രീക്വൻസി പ്രകാശ വേഗതയേക്കാൾ കോടിക്കണക്കിന് വേഗത കൂടുതലാണ്. പ്രകാശത്തിന്റെ വേഗത സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ആണ്. അതിനേക്കാൾ വേഗത കൂടുതലാണ് നമ്മുടെ മാഗ്നറ്റിക് ഫ്രീക്വൻസി. ഒരു ഉദാഹരണത്തിലൂടെ മാഗ്നറ്റിക് ഫ്രീക്വൻസി എത്ര വേഗതയുള്ളതാണെന്ന് ഞാൻ വിശദീകരിക്കാം. നോക്കൂ, ചിന്ത ഒരു ഊർജ്ജമാണ്. ചിന്തയെ വിഭാവനം ചെയ്തതുപോലെ മാഗ്നറ്റിക് ഫ്രീക്വൻസി എന്നത് ഈ ലോകത്ത് യാഥാർത്ഥ്യമായി. ചിന്തയും ഒരു ഊർജ്ജമാണ്. ഞാൻ നിങ്ങൾക്ക് മാഗ്നറ്റും പ്രകാശവേഗവും തമ്മിലുള്ള വ്യത്യാസം വിശദീകരിക്കാം. സൂര്യന്റെ കിരണങ്ങൾ നമ്മൾ ജീവിക്കുന്ന ഭൂമിയിൽ നിന്ന് ഏകദേശം 15 കോടി കിലോമീറ്റർ ഉയരത്തിലാണ്. സൂര്യരശ്മികൾ ഭൂമിയിലെത്താൻ ഏകദേശം 500 സെക്കൻഡ് വേണം. എന്നാൽ നിങ്ങളുടെ തലച്ചോറും മനസ്സും സൂര്യനിലെത്താൻ എത്ര സമയമെടുക്കും? സെക്കൻഡിന്റെ 1 അംശം മാത്രമേ എടുക്കുകയുള്ളൂ. അതിനാൽ ചിന്തയുടെ വേഗത എത്രയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം.
നമ്മുടെ തലച്ചോറും ഹൃദയവും ഭൂമിയുടെ മാഗ്നറ്റിക് ഫ്രീക്വൻസിയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഭൂമിയുടെ നോർത്ത് പോളും സൗത്ത് പോളും മാഗ്നറ്റിക് ഫ്രീക്വൻസി പുറത്തുവിടുകയും നമ്മുടെ ശരീരം ഒരു സ്പോഞ്ച് പോലെ മാഗ്നറ്റിക് ഫ്രീക്വൻസി ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു. ഒരു സ്പോഞ്ച് വെള്ളത്തിൽ മുക്കിയാൽ ആ വെള്ളം വലിച്ചെടുക്കുന്നത് പോലെ നമ്മുടെ ശരീരം ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്രീക്വൻസി ആഗിരണം ചെയ്യുകയും നമ്മുടെ വയറ്റിൽ നാഭികത്തിലൂടെ അത് നമ്മുടെ ശരീരത്തിലെ മുഴുവൻ ബ്ലഡ് സെൽസിലും വ്യാപിക്കുകയും ചെയ്യുന്നു. മാഗ്നറ്റിക് ഫ്രീക്വൻസി നമ്മുടെ മുഴുവൻ ശരീരത്തിലും പ്രകാശ വേഗതയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുകയും അയണിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു. ശരീരത്തിൽ അയൺ വേഗത്തിലോടുമ്പോൾ ശരീരത്തിൽ വാക്വം സൃഷ്ടിക്കപ്പെടുന്നു. വാക്വം കാരണം ഇടത്തെയും വലത്തെയും ശ്വാസകോശങ്ങളിലെ ഓക്സിജൻ ശരീരത്തിലുടനീളം വ്യാപിക്കുന്നു. നാം മൂക്കിലൂടെ ശ്വസിച്ച് അത് ശ്വാസകോശത്തിലേക്ക് എത്തി നമ്മുടെ ഹൃദയത്തിൽ കലരാൻ തുടങ്ങുന്നു. ഇതാണ് മാഗ്നറ്റിസത്തിന്റെ മെക്കാനിസം. നിങ്ങൾക്ക് മാഗ്നറ്റിക് ഫ്രീക്വൻസി മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ അഡ്വാൻസ് ക്രില്ലിയൻ ഓറോ ഫോട്ടോഗ്രാഫി ശാസ്ത്രീയമായി മനസ്സിലാക്കണം. സാധാരണ ഫോട്ടോഗ്രാഫിയിൽ നമുക്ക് നമ്മുടെ തന്നെ ഫോട്ടോ കാണാൻ കഴിയും. എന്നാൽ ക്രില്ലിയൻ ഓറോ ഫോട്ടോഗ്രാഫിയിലൂടെ ഫോട്ടോഗ്രാഫി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടിലെ മുഴുവൻ മാഗ്നറ്റിക് ഫ്രീക്വൻസിയും നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നാൽ ഇന്ന് നമുക്ക് മാഗ്നറ്റിക് ഫ്രീക്വൻസി വളരെ കുറവാണ് ലഭിക്കുന്നത്, കാരണം ഓരോ 3 അടിയിലും ഇരുമ്പുണ്ട്. എന്നാൽ അഡ്വാൻസ് ക്രില്ലിയൻ ഓറോ ഫോട്ടോഗ്രാഫിയിലൂടെ നിങ്ങൾക്കിത് എവിടെയും കാണാൻ കഴിയും. ഈ ഫോട്ടോഗ്രാഫി എവിടെ ഉപയോഗിച്ചാലും നിങ്ങളുടെ ചുറ്റുപാടുകളിലുള്ള മാഗ്നറ്റിക് ഫ്രീക്വൻസി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് നമ്മുടെ സമീപത്തുള്ള എല്ലായിടത്തും മാഗ്നറ്റിക് ഫ്രീക്വൻസി ഉണ്ടെന്ന് തെളിയിക്കുന്നു. ക്രില്ലിയൻ ഓറോ ഫോട്ടോഗ്രാഫിയിലെ ഒരു വിദഗ്ധ ഡോക്ടർ വളരെ വിശദമായി ഇതിനെക്കുറിച്ച് സംസാരിക്കും. വാട്ട് ഈസ് ദ മാഗ്നറ്റിക് ഫ്രീക്വൻസി? My name is Chetan Sapnis. I am a biowell specialist using this biowell camera, what is called as Krilling photography for last 4 years. So I am here in the center of eBiotorium to use this product and see how the energy level change in the human body. So we will be making a live demo of using the product before and after. When you come to the energy level of the body, നമ്മുടെ ബോഡിയിലുള്ള എനർജി ലെവലിനെ നമുക്ക് എനർജി സെന്റേഴ്സ് എന്ന് വിളിക്കാം. ബോഡിയിൽ 7 എനർജി സെന്റേഴ്സ് ഉണ്ട്. അവ നമ്മൾ ബാലൻസ് ചെയ്യണം. അതിനെ ചക്രാസ് എന്ന് പറയും. ഈ ബയോവെൽ ക്യാമറ ക്രില്ലിയൻ ഫോട്ടോഗ്രാഫിയിലൂടെ നമ്മുടെ ശരീരത്തിലെ എനർജി നമുക്ക് പരിശോധിക്കാം. എനർജിയിൽ ഉണ്ടാകുന്ന ചേഞ്ചും പരിശോധിക്കാം. ബിഫോർ യൂസിംഗ് ദിസ് മാട്രസ് ആൻഡ് ആഫ്റ്റർ യൂസിംഗ് ദിസ് മാട്രസ്. ഇത് ക്യാപ്ചർ ചെയ്തുകൊണ്ട് നിങ്ങളെ ഒരു ലൈവ് ഡെമോ കാണിക്കാം. Are you ready? If I look at your energy aura, this is your aura. Okay. Your balance of aura is almost 96%. Okay. This is where the problem is. Stress Increased. 3.2%. This is stress level. I want to apply it here. Okay. Perfect. See the energy change and the chakras are changed. Now this magnet has changed your whole system. Imbalanced. Energy imbalance. Which was 4.3 in your right side of the body. I used only one magnet for you. Yes. Kandille? 100 You see the power. Power, exposure really makes lot of sense. Suman, what we will do now is, we will measure your aura. Okay. Before sleeping on this magnetic mattress and after sleeping. Okay. Sure. Now what we are going to do is, you want to use this tool. Okay. Okay. You want to use your all fingers one by one. Okay. And we will try to measure your energies on this screen. Okay, sir. ഇത് ഇപ്പോഴുള്ള നിങ്ങളുടെ ഓറയാണ്. ഇനി നിങ്ങൾ മാട്രസിൽ കിടന്നതിന് ശേഷമുള്ള നിങ്ങളുടെ എനർജിയും നോക്കണം. ദാറ്റ് ഈസ് പോസിറ്റീവ് എനർജി വിച്ച് കംസ് ഫ്രം മാഗ്നറ്റ്. ദാറ്റ് ഓൾസോ വിൽ ഷോ ഇമ്പാക്ട് ഓൺ യുവർ എനർജി ലെവൽ ത്രൂ ചക്രാസ് ഓർ ത്രൂ ഓർഗൻസ്. ദാറ്റ്സ് വാട്ട് യു ക്യാൻ സീ. സോ വി വിൽ യൂസ് ദിസ് ബയോമാഗ്നറ്റിക് മാട്രസ് ആൻഡ് സീ ദ ഇമ്പാക്ട് ഓൺ ദ ഓറ. ഫോർ ദ ഇൻഫർമേഷൻ, biomagnetic magnets are here in this all bed. Each has the power of 3,000 to 5,000 Gauss. That's the power of each magnet. So when you sleep on this magnet, imagine any magnet north and south pole. That's the energy which is coming up. It increases oxygen. You can see what kind of change your aura will have because of this magnetic force. Okay, doctor. Now you take rest for some time and let's see how the aura go, how it change. ഡോക്ടർ, നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലും
മാട്രസ് ഉപയോഗിച്ചതിന് ശേഷം പെട്ടെന്ന് സുഖം പ്രാപിച്ചിട്ടുണ്ടോ, അതും ചെറിയ കാലയളവിൽ? ഞാൻ അങ്ങനെ ഒരു മാജിക് കണ്ടിട്ടുണ്ട്. 15 വയസ്സുള്ള ഒരു പെൺകുട്ടി 5 വർഷം കിടപ്പിലായിരുന്നു. She used this product for about 1 to 1.5 months. Now she is able to walk and climb stair. ശരിക്കും അങ്ങനെ സംഭവിച്ചോ? Even I can believe it, but does. This is a wonderful magic mattress. It can do wonders. Done? Now you have slept for enough time, I think. You have got enough of energy now. Let's check your aura again and see the difference. Beautiful. This is the kind of energy balance. You can see this is the colored ones have before. Once you have done the sleeping on the mattress, see the chakras shifting. See the alignment. Yeah. You saw the difference here? Stress level? Yeah. It was 3.09. That's a marking here. Definitely by sleeping for few minutes, whatever you have done, the stresses have come down. If you look at energy level 41 and it has gone up and the energy has come up. See the energy. This is the expansion of your energy before and after. You can really understand. You do meditation and trying to align these chakras. But here by sleeping on this mattress, 5 minutes. you can imagine if you do this continuously, lot of energy imbalance get rectified. Yes. Okay. So that's the chakras which has got on alignment. Okay. It's a wonderful experience, doctor. Thank you so much. തീർച്ചയായും ഞാൻ ഈ ബയോട്ടോറിയം ബയോമാഗ്നറ്റിക് മാട്രസ് റെഗുലറായി ഉപയോഗിക്കും. Okay. Don't forget to thank the inventor, Sagar Joshi. He has done wonder by bringing this kind of innovations in our life. Yes, this innovation is actually magical. കാരണം ഞങ്ങൾ ഡോക്ടർമാരെ കാണുന്നു, ധാരാളം പൈസ ചിലവാക്കി ടെസ്റ്റുകൾ ചെയ്യുന്നു. എന്നാൽ വളരെ സിമ്പിളായ ഈ മാട്രസിൽ കിടന്നുറങ്ങിയാൽ നമ്മുടെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെടുകയാണ്. ഇത്ര സിമ്പിളായി ഹെൽത്തി ആയിരിക്കാൻ സഹായിക്കുന്ന മറ്റൊന്നില്ല. It's a lifetime product you can really enjoy and everybody can enjoy. Yes, yes. Thank you, doctor. Thank Okay. you, Jessica. Have a nice day. Thank you. ഇത്തരമൊരു മുൻകൂർ സൃഷ്ടി ഓറോ ഫോട്ടോഗ്രാഫിയെക്കുറിച്ചുള്ള അതിശയകരമായ വിവരങ്ങൾ ഡോക്ടർ ഞങ്ങൾക്ക് നൽകി. അതിന് ഞാൻ ഡോക്ടറോട് വളരെയധികം നന്ദിയുള്ളവനാണ്. സുഹൃത്തുക്കളെ, ഒഴുകുന്ന വെള്ളം ഉപയോഗപ്രദമോ കുടിക്കാൻ യോജിച്ചതോ ആയ രീതിയിൽ നമ്മുടെ രക്തവും തുടർച്ചയായി പ്രചരിക്കണം. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ തകരാറിലായാൽ ധാരാളം ബാക്ടീരിയകളും വൈറസുകളും സൃഷ്ടിക്കപ്പെടുന്നു. അതിന്റെ ഫലമായി ഒന്നിലധികം രോഗങ്ങൾ പിടിപെടുന്നു. ബ്ലഡ് സർക്കുലേഷന്റെ മെക്കാനിസം മനസ്സിലാക്കുന്നതിന് മുൻപ് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ച് കാണിച്ചു തരാം. എന്താണ് മാഗ്നറ്റിസം? എന്താണ് ബ്ലഡ് സർക്കുലേഷൻ? എന്താണ് ഓക്സിജൻ? ഇത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ വിശദീകരിച്ചതുപോലെ നമ്മുടെ ശരീരത്തിന് ചുറ്റും ധാരാളം മാഗ്നറ്റിക് ഫ്രീക്വൻസി ഉണ്ട്. ഇതുമൂലമാണ് നമ്മുടെ ഹൃദയം പമ്പ് ചെയ്യുന്നത്. ഒരു ഇലക്ട്രിക് പമ്പ് പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് വൈദ്യുതി ആവശ്യമാണ്. അതുപോലെ നമ്മുടെ ഹൃദയം പമ്പ് ചെയ്യുന്നതിന് ഭൂമിയുടെ നാച്ചുറൽ മാഗ്നറ്റിക് ഫ്രീക്വൻസി ആവശ്യമാണ്. അത് ഇന്ന് ലഭിക്കുന്നത് കുറഞ്ഞ അളവിലാണ്. ഓരോ 3 അടിക്ക് ശേഷവും ചുറ്റുപാടിൽ ഇരുമ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയം ഒരു മിനിറ്റിൽ ഏകദേശം 70-80 തവണ മിടിക്കുന്നു. അത് പമ്പ് ചെയ്യുമ്പോൾ 75-80 മില്ലി രക്തം ഒരു മിനിറ്റിൽ മുഴുവൻ ശരീരത്തിലും പ്രചരിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ള മാഗ്നറ്റിക് പവറിന്റെ ശക്തി ലഭിക്കുമ്പോൾ മാത്രമേ ഇത് സംഭവിക്കൂ. ചുറ്റുപാടിൽ നിന്ന് കാന്തിക ശക്തി വളരെ കുറയുന്നതിനാൽ ഹൃദയം 80-70 മില്ലി ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം 60 മില്ലി, 50 മില്ലി, 40 മില്ലി രക്തം മാത്രമേ പ്രചരിക്കുന്നുള്ളൂ. അതിന്റെ ഫലമായി ഓരോ അവയവ ഭാഗത്തിലേക്കുമുള്ള രക്തം കുറയുന്നു. രക്തത്തിന്റെ അളവ് കുറയുന്നതിനാൽ അവയവ ഭാഗങ്ങൾ ദുർബലമാകുന്നു. ഉദാഹരണത്തിന്, എനിക്ക് ആവശ്യമുള്ള ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഞാൻ ദുർബലനാകും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഓർഗൻ പാർട്സിലേക്ക് ഹൃദയം കുറഞ്ഞ അളവിൽ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓരോ അവയവങ്ങളിലേക്കും കുറഞ്ഞ അളവിലാണ് രക്തം ലഭിക്കുക. അതിനാൽ ഈ മാഗ്നറ്റിസം, ബ്ലഡ് സർക്കുലേഷൻ, ഓക്സിജൻ എന്നിവ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ വിശദീകരിക്കാം. നമ്മുടെ ഹൃദയത്തിന്റെ പ്രധാന ധർമ്മം ഓരോ ഓർഗൻ പാർട്സിലേക്കും ഓരോ ബ്ലഡ് സെൽസിലേക്കും ഓക്സിജനേറ്റഡ് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്സിജൻ തീരുമ്പോഴോ അവസാനിക്കുമ്പോഴോ അവശേഷിക്കുന്നത് ദോഷകരമായ വിഷവും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. നമ്മുടെ ഹൃദയത്തിന് 4 അറകളുണ്ട്. 2 അറകളിൽ അത് ശുദ്ധമായ രക്തത്തെ നിയന്ത്രിക്കുന്നു, ബാക്കി 2-ൽ അത് അശുദ്ധ രക്തത്തെ നിയന്ത്രിക്കുന്നു. ആദ്യം ഹൃദയം ഓക്സിജനുള്ള രക്തം സർക്കുലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഹൃദയം ഡീഓക്സിജനേറ്റഡ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ള രക്തം തിരികെ വലിക്കുന്നു. അതിനുശേഷം ഹൃദയത്തിന്റെ രണ്ടാമത്തെ ഭാഗം അതിനെ ശ്വാസകോശത്തിലേക്ക് തള്ളുന്നു.
ശ്വാസകോശത്തിലേക്ക് ഏതാനും നിമിഷങ്ങൾ കൊണ്ടാണ് അശുദ്ധ രക്തം എത്തുന്നത്. ശ്വാസകോശത്തിൽ എത്തുന്ന അശുദ്ധ രക്തത്തിൽ ഹീമോഗ്ലോബിൻ എന്ന പ്രോട്ടീൻ ഉണ്ട്. ഈ ഹീമോഗ്ലോബിൻ എന്ന പ്രോട്ടീനിൽ അയേണിന്റെ അംശവും അടങ്ങിയിട്ടുണ്ട്. ഈ അയേൺ എന്ന കോമ്പൗണ്ടിന് ഒരു സ്പെഷ്യൽ എബിലിറ്റിയും കപ്പാസിറ്റിയും ഉണ്ട്. ഇരുമ്പിന് ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജൻ ആഗിരണം ചെയ്യാനും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടാനുമുള്ള അതുല്യമായ കഴിവുണ്ട്. ആഗിരണം ചെയ്യപ്പെടുന്ന ഓക്സിജൻ ഹൃദയത്തിന്റെ രണ്ടാം അറയിലേക്ക് വരികയും വീഴുകയും ചെയ്യുന്നു. ഹൃദയം ഓരോ അവയവത്തിനും ഓരോ രക്തകോശത്തിനും ഓക്സിജൻ അടങ്ങിയ രക്തം പമ്പ് ചെയ്യുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ഹൃദയം ഡീഓക്സിജനേറ്റഡ് രക്തമോ കാർബൺ ഡൈ ഓക്സൈഡ് രക്തമോ ശ്വാസകോശത്തിലേക്ക് അയക്കുമ്പോൾ അതിനുള്ളിലെ അയേൺ ഓക്സിജനെ ആഗിരണം ചെയ്യാൻ തുടങ്ങുന്നു. അയേണിന് മാഗ്നറ്റിക് സ്വാധീനമോ മാഗ്നറ്റിക് ശക്തിയോ ലഭിക്കുകയാണെങ്കിൽ അത് 30 മില്ലി ഓക്സിജൻ ആഗിരണം ചെയ്യാൻ പോകുന്നിടത്ത്, അല്ലെങ്കിൽ 30 മില്ലി ഓക്സിജൻ ബൈൻഡ് ചെയ്യാൻ പോകുന്നിടത്ത് അവ്യക്തമായി അത് ഇപ്പോൾ 50 മില്ലി അല്ലെങ്കിൽ 60 മില്ലി 70-80 മില്ലി ആഗിരണം ചെയ്തേക്കാം. അതായത് അയൺ ഇപ്പോൾ മാക്സിമം ഓക്സിജനെ ആഗിരണം ചെയ്യാൻ ശ്രമിക്കും. അത് നിങ്ങളിൽ മാഗ്നറ്റിക് സ്വാധീനം ഉണ്ടെങ്കിൽ മാത്രം. ഇന്ന് ഓരോ വ്യക്തിക്കും മാഗ്നറ്റിക് പവർ ലഭിക്കുന്നതിന്റെ അളവ് വളരെ കുറവാണ്. കാരണം നമ്മുടെ ചുറ്റും ഇരുമ്പിന്റെ അംശമുണ്ട്. ഈ മേൽക്കൂര, ഈ തറ, ബീമുകൾ എല്ലാം ഇരുമ്പ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കോടിക്കണക്കിന് ടൺ ഇരുമ്പ് നമ്മുടെ ചുറ്റുപാടിലുമുണ്ട്. ഒരു കെട്ടിടം, അടുത്ത കെട്ടിടം, അതിനടുത്ത് മറ്റൊരു കെട്ടിടം, കാർ, ബൈക്ക്, ബസ്, ട്രക്ക് എല്ലാം കോടിക്കണക്കിന് ടൺ ഇരുമ്പ്. ഈ ഇരുമ്പെല്ലാം ഭൂമിയുടെ കാന്തിക ശക്തിയെ വലിച്ചെടുക്കുന്നു. ഇരുമ്പിന്റെ പ്രവണത കാന്തത്തെ വലിക്കുന്നതാണ്. കാന്തത്തിന്റെ പ്രവണത ഇരുമ്പിനെ ആകർഷിക്കുന്നതാണ്. അതിനാൽ പരസ്പരം വലിക്കുകയും ആകർഷിക്കുകയും ചെയ്യുന്ന രണ്ടിനുമിടയിൽ നമ്മൾ കഷ്ടപ്പെടുന്നു. രക്തം പമ്പ് ചെയ്യാനുള്ള മാഗ്നറ്റിക് പവർ ഹൃദയത്തിന് പ്രകൃതി തന്നിട്ടുണ്ട്. ഈ മാഗ്നറ്റിക് പവർ നമ്മുടെ ചുറ്റുപാടുമുള്ള ഇരുമ്പ് വലിച്ചെടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് കാന്തിക ശക്തി കുറയുകയും ഹൃദയത്തിന്റെ പമ്പിംഗ് മന്ദഗതിയിലാവുകയും ചെയ്യുന്നു. അത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ തടസ്സപ്പെടുത്തുന്നു. ഹൃദയം 70 മില്ലി അല്ലെങ്കിൽ 80 മില്ലി രക്തം സർക്കുലേറ്റ് ചെയ്യേണ്ടടുത്ത് അത് 40 മില്ലി, 30 മില്ലി അല്ലെങ്കിൽ 50 മില്ലി രക്തം മാത്രമേ സർക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. അതിനാൽ അവയവങ്ങൾക്ക് രക്തം ലഭിക്കുന്നത് കുറയുന്നു. ഓർഗൻ പാർട്സ് എന്നാൽ ബ്ലഡ് സെൽസ് എന്നാണ്. അപ്പോൾ ബ്ലഡ് സെൽസിന് കുറഞ്ഞ അളവിൽ ഓക്സിജൻ അടങ്ങിയ രക്തം ലഭിക്കുന്നു. അതിന്റെ ഫലമായി അവ ദുർബലമാകുന്നു. അപ്പോൾ ഓർഗൻ പാർട്സും ദുർബലമാകുന്നു. ദുർബലമായാൽ പിന്നെ പ്രവർത്തന വൈകല്യങ്ങളും ക്രമക്കേടുകളും വിവിധ തരത്തിലുള്ള രോഗങ്ങളും ഉണ്ടാകുന്നു. 100 മുതൽ 150 വർഷം വരെ ആയുസ്സുള്ള നമ്മുടെ ശരീരം 30, 40, 50, 65 വർഷങ്ങളായി കുറയുന്നു. ആ ആയുസ്സും നമ്മൾ തീവ്രമായി നശിപ്പിക്കാൻ നോക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ ശരീരത്തിന് വ്യത്യസ്ത അവയവങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കണ്ണുകളാണ്. ഈ സുന്ദരമായ ലോകത്തെ നാം നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നു. പക്ഷേ ഈ കണ്ണുകൾക്കും ഡിസോർഡറും ഡിസ്ഫങ്ഷനും സംഭവിക്കുന്നുണ്ട്. നാം കണ്ണട വയ്ക്കുന്നതിന്റെ മൂലകാരണം എന്താണ്? ബ്ലഡ് സർക്കുലേഷനും ഓക്സിജന്റെ അളവും തന്നെയാണ് അതിന് കാരണം. നമ്മുടെ കണ്ണുകളുടെ പ്രവർത്തനത്തിന് ഓക്സിജനേറ്റഡ് ബ്ലഡ് കുറഞ്ഞ അളവിൽ ലഭിക്കുമ്പോൾ കണ്ണുകൾക്ക് ഡിസ്ഫങ്ഷനും ഡിസോർഡറും സംഭവിക്കുന്നു. കണ്ണുകളുടെ സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സീമ ബഹൽ ഇക്കാര്യം വളരെ വിശദമായും ശാസ്ത്രീയമായും പറഞ്ഞു തരും. അതിനാൽ ഡോക്ടർ സീമ ബഹലിന്റെ അറിവ് നിങ്ങളുമായി പങ്കിടാൻ ഞാൻ അവരെ സ്വാഗതം ചെയ്യുന്നു. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സീമ ബഹൽ. ഐ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് മുംബൈയിൽ കടന്ന 25-26 വർഷമായിട്ട് വർക്ക് ചെയ്യുകയാണ്. സോ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ബ്ലഡ് സർക്കുലേഷന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. ആൻഡ് ഓക്സിജൻ ലെവൽ ഇൻ യുവർ ബോഡി, എസ്പെഷ്യലി കണ്ണ്. ഇപ്പൊ എല്ലാവർക്കും അറിയാമല്ലോ, ഈ ബ്ലഡ് സർക്കുലേഷൻ നല്ല പ്രാധാന്യമുണ്ട് ഹെൽത്തി ആൻഡ് വെൽത്തി ലൈഫിന്. ചിലപ്പോൾ ഈ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ബോഡിയിൽ കട്ടാവുകയും ഡിമിനേഷൻ സംഭവിച്ചാലും എന്ത് നടക്കും? ബുദ്ധിമുട്ട് അനുഭവപ്പെടും, അസുഖങ്ങൾ വരും. ഫോർ എക്സാമ്പിൾ, അതായത് ബ്രെയിനിലേക്ക് പോകുന്ന ബ്ലഡ് സർക്കുലേഷൻ കട്ടായി കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോക്ക് വരും. അതുപോലെ ഹൃദയത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. അത് കൂടുതലാണെങ്കിൽ മരിക്കാൻ പോലും സാധ്യതയുണ്ട്. ഒരു പക്ഷേ ബ്ലഡ് സർക്കുലേഷൻ എക്സ്ട്രീം ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ബോഡി പാർട്സിൽ കട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഗാംഗ്രീസ് വന്നിട്ട് സഫർ ആകും. പലതരത്തിലുള്ള പ്രോബ്ലംസ് വന്നിട്ട് നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. ഒരു ഐ ഡോക്ടർ എന്ന നിലയിൽ ഞാൻ കണ്ണിനെ പറ്റിയാണ് കൂടുതലായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. സോ നമ്മുടെ കണ്ണിന്റെ ഫ്രണ്ട് ഭാഗം, അതിന്റെ പേര് കോർണിയ. ഒരു പക്ഷേ കോർണിയക്ക് ബ്ലഡ് സർക്കുലേഷൻ കട്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ട്രാൻസ്പെറന്റ് മെമ്പറൈൻ ലേസി ആയിടും. പിന്നെ അത് കാരണം നമ്മൾക്ക് ശരിക്കും കാണാൻ കഴിയില്ല. നമുക്ക് വേദന ഉണ്ടാകും, ഫോട്ടോഫോബിയ ആൻഡ് ഓൾ ദാറ്റ്. സപ്പോസ് ബ്ലഡ് സർക്കുലേഷൻ റെറ്റിനൊക്കെ കട്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതൊരു ഐ സ്ട്രോക്ക് പോലെയാകും. ബ്ലഡ് സർക്കുലേഷൻ റെറ്റിനൊക്കെ ലഭിച്ചില്ലെങ്കിൽ അത് കാഴ്ച മങ്ങലിനും ഹേസിക്കും കണ്ണുവീക്കത്തിനും കാരണമാകും. കാഴ്ച പോകാൻ സാധ്യതയുണ്ട്. തക്കതായ സമയത്ത് ട്രീറ്റ്മെന്റ് ലഭിച്ചില്ലെങ്കിൽ അന്ധതയ്ക്ക് സാധ്യതയുണ്ട്. സോ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കണ്ണ് നോർമലായിട്ടുണ്ടാവണമെങ്കിൽ
ബ്ലഡ് സർക്കുലേഷൻ, ഓക്സിജൻ എല്ലാം അത്യാവശ്യമാണ്. ഇപ്പൊ കടന്നുപോയ 2 വർഷങ്ങൾ നമ്മൾ പാൻഡമിക് പീരീഡിലായിരുന്നു. തീർച്ചയായും നിങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ എന്താണ് എല്ലാരും വാങ്ങി വെച്ചിരുന്നത്. ഒന്ന് ഓർമ്മിച്ചു നോക്ക്. ഓക്സിമീറ്റർ വാങ്ങിച്ചു വെച്ചിരുന്നു. നമ്മളുടെ ഓക്സിജൻ ലെവൽ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു. എന്തെന്നാൽ കോവിഡിലെ ഓക്സിജൻ ലെവൽ കുറഞ്ഞാൽ അത് ലങ്സിന് അഫക്റ്റ് ആകും. സോ ഇതാണ് നമ്മുടെ ബോഡിയിലെ ഓക്സിജൻ ലെവലിന്റെ പ്രാധാന്യം. വളരെ വളരെ നന്ദി ഡോക്ടർ സീമാജി. താങ്ക് യു വെരി മച്ച്. അതിനാൽ നിങ്ങൾ കാന്തിക ശാസ്ത്രത്തെ വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ബയോമാഗ്നറ്റ് നമ്മുടെ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ അയൺ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഓക്സിജന്റെ അളവ് വർദ്ധിക്കുന്നത്. ഇത്രയും മനസ്സിലാക്കിയാൽ തന്നെ അതൊരു വലിയ കാര്യമാണ്. ഇത് ഏത് രോഗത്തെയാണ് സുഖപ്പെടുത്തുന്നത്? ഇത് ഒരു രോഗത്തിനും മരുന്നല്ല. മാഗ്നറ്റ് ഇരുമ്പിന്റെ സഹായത്തോടെ ഓക്സിജനെ ലെൻസിലേക്ക് ആഗിരണം ചെയ്യുകയും ശരീരത്തിലുടനീളം ബൈൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. ഇത് എങ്ങനെ പ്രവർത്തിക്കും, എത്രത്തോളം പ്രവർത്തിക്കും, ഏത് രോഗമാണ് ഇതിന് ചികിത്സിക്കാൻ കഴിയുക? ഈ ചോദ്യങ്ങളെല്ലാം തന്നെ ഉപയോഗശൂന്യമാണ്. ഇത്രമാത്രം മനസ്സിലാക്കുക. നിങ്ങളുടെ ശരീരത്തിലെ ബ്ലഡ് സെൽസിനുള്ളിലെ അയൺ കോമ്പൗണ്ടിന്റെ സഹായത്തോടെ മാഗ്നറ്റ് അട്രാക്ട് ചെയ്യപ്പെടുന്നു. അത് ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജനെ വലിച്ചെടുക്കുന്നു. അത് ഉയർന്ന അളവിൽ ഓക്സിജൻ ശരീരത്തിലുടനീളം വ്യാപിപ്പിക്കുന്നു. രക്തകോശങ്ങളെ ആരോഗ്യകരമായി നിലനിർത്താൻ നമുക്ക് ഓക്സിജൻ മാത്രമേ ആവശ്യമുള്ളൂ. ബ്ലഡ് സെൽസ് ഹെൽത്തി ആണെങ്കിൽ ഓർഗൻ പാർട്സും ഹെൽത്തി. ബ്ലഡ് സെൽസ് അൺഹെൽത്തി ആണെങ്കിൽ ഓർഗൻ പാർട്സും അൺഹെൽത്തി. ബ്ലഡ് സെൽസ് ഡെഡ് ആണെങ്കിൽ ബോഡി ഡെഡ്. നിങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാക്കണം. ഏത് രോഗമാണ് ഇതിന് ഭേദമാക്കാൻ കഴിയുക, അല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം പ്രവർത്തിക്കും? ഇതിന് 4 ദിവസം, 10 ദിവസം, 25 ദിവസം എന്നിങ്ങനെ കൃത്യമായ ഒരു കണക്കുമില്ല. നിങ്ങൾ എത്രമാത്രം രക്തകോശങ്ങളെ നശിപ്പിച്ചു, നിങ്ങളുടെ ജീവിത രീതി എന്താണ്, നിങ്ങൾ എന്ത് ഭക്ഷിക്കും, നിങ്ങളുടെ മദ്യത്തിന്റെ ഉപഭോഗം നിങ്ങളുടെ സമ്മർദ്ദം കുറയ്ക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പൊതുവെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ മാഗ്നറ്റ് എന്താണ് ചെയ്യുന്നത്? അത് നമ്മുടെ ശരീരം ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലാതെ ഒരു രോഗത്തിനുമുള്ള മരുന്നല്ല. മാഗ്നറ്റ് ഇംപ്രൂവ്സ് യുവർ ബ്ലഡ് സർക്കുലേഷൻ ബൈ ഡിഫോൾട്ട്, എൻഹാൻസ് യുവർ ഓക്സിജൻ ലെവൽ. മാഗ്നറ്റ് ഇരുമ്പിലേക്ക് ആകർഷിക്കപ്പെടുകയും നിങ്ങളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തുകയും ശരീരത്തിലെ ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇന്ന് ചൈനയുടെയും കൊറിയയുടെയും ജപ്പാന്റെയും ശരാശരി ആയുസ് ഇന്ത്യയേക്കാൾ വളരെയധികം മുന്നിലാണ്. ഇന്ത്യയുടെ ശരാശരി ആയുസ് 65, 50, 40 വർഷത്തിനപ്പുറം പോയിട്ടില്ല. എന്നാൽ ഇന്ന് ജപ്പാനിലും കൊറിയയിലും ചൈനയിലും ജീവിക്കുന്ന ആളുകളുടെ ശരാശരി ആയുസ് 85 മുതൽ 90 വയസ്സുവരെയാണ്. എന്നാൽ ഇന്ത്യയിൽ ആളുകൾക്ക് പണത്തിന് യാതൊരു കുറവുമില്ല. സിനിമാ നടൻ ഋഷി കപൂർജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെ സമ്പന്നനാണ്. അദ്ദേഹത്തിന് കോടികളുടെ സമ്പാദ്യമുണ്ടായിരുന്നു. സ്റ്റീവ് ജോബ്സ്, അരുൺ ജെയ്റ്റ്ലി, സുഷമ സ്വരാജ്, മനോഹർ പരീക്കർ, സിനിമാ നടൻ ഇർഫാൻ ഖാൻ, ഈ ആളുകളെല്ലാം സമ്പന്നരായിരുന്നു. പക്ഷെ അവരുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ എവിടെയോ തകരാറിലായി. ശരീരം പ്രവർത്തനരഹിതവും ക്രമരഹിതവുമായ അവസ്ഥയിലെത്തിയപ്പോൾ അത് അവരെ രോഗത്തിലേക്ക് നയിച്ചു. അവർക്ക് അവരെ സ്വയം രക്ഷിക്കാനായില്ല. ഇങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ഉദാഹരണങ്ങളിൽ നിന്നും ഞാൻ തിരഞ്ഞെടുത്തത് ഇത്രമാത്രം. പണമുണ്ടായിട്ടും അവർക്ക് അവരുടെ ശരീരത്തെ രക്ഷിക്കാൻ സാധിച്ചില്ല. അതിനാൽ ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത് ഇത്രമാത്രമാണ്. ബ്ലഡ് സർക്കുലേഷൻ ആരോഗ്യകരമാണെങ്കിൽ നിങ്ങളുടെ ശരീരം ആരോഗ്യമുള്ളതായിരിക്കും, പെർഫെക്റ്റ് ആയിരിക്കും. അതാണ് നിങ്ങൾ ബയോമാഗ്നറ്റിസം ഉപയോഗിക്കേണ്ടതിന്റെ പ്രധാന കാരണം. ബയോമാഗ്നറ്റിസം നിങ്ങളുടെ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഇത് ശരീരത്തെ ആരോഗ്യകരമായി നിലനിർത്തുന്നു. ഇത് ഒരു രോഗത്തിനും മരുന്നല്ലെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. മാഗ്നറ്റിസം എന്താണ് ചെയ്യുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്തിനാണ് പ്രകൃതി ഭൂമിക്ക് മാഗ്നറ്റിക് പവർ നൽകിയത്? നമ്മുടെ ശരീരത്തിൽ അയൺ അടങ്ങിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിൽ ശരാശരി 4 ഗ്രാം അയൺ ഉണ്ട്. നമ്മുടെ പ്രകൃതിയിൽ എല്ലായിടത്തും മാഗ്നറ്റിക് ഫ്രീക്വൻസി ലഭ്യമാണ്. ഈ റൂമിൽ എല്ലായിടത്തും മാഗ്നറ്റിക് ഫ്രീക്വൻസി ഉണ്ട്. അപ്പോൾ മാഗ്നറ്റിക് ഫ്രീക്വൻസിയും അയണും തമ്മിലുള്ള ബന്ധം നാം മനസ്സിലാക്കണം. നമ്മുടെ ശരീരത്തിൽ എന്തുകൊണ്ടാണ് അയൺ ഉള്ളത്? പിന്നെ ഈ പ്രകൃതിയിൽ എന്തുകൊണ്ടാണ് മാഗ്നറ്റിസം ഉള്ളത്? ബയോമാഗ്നറ്റിസത്തെ ഈ ലോകത്ത് ആർക്കും തന്നെ വെല്ലുവിളിക്കാൻ സാധിക്കില്ല. കാരണം എല്ലായിടത്തും ബയോമാഗ്നറ്റിസം ഉണ്ട്. നമ്മുടെ ഭൂമി തന്നെ ഒരു മാഗ്നറ്റ് ആണ്. അത് നോർത്ത് പോൾ, സൗത്ത് പോളിൽ നിന്നും മാഗ്നറ്റിക് ഫ്രീക്വൻസി പുറത്തുവിടുന്നു. എല്ലായിടത്തും മാഗ്നറ്റിക് ഫ്രീക്വൻസി ഉണ്ട്. ലോകത്ത് മാഗ്നറ്റിസം എന്ന പ്രതിഭാസം സംഭവിക്കുന്നില്ല എന്നും അത് ശരീരത്തെ ഒട്ടും തന്നെ സ്വാധീനിക്കുന്നില്ലെന്നും ലോകത്ത് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ ആ മനുഷ്യനെ വിദ്യാഭ്യാസമില്ലാത്തവനായി കണക്കാക്കും. കാരണം മാഗ്നറ്റിസം എല്ലായിടത്തുമുണ്ട്. മാഗ്നറ്റിസം കൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ സംഭവിക്കുന്നു. അങ്ങനെയാണ് പുൾ ആൻഡ് പുഷ് മോഷൻ സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് രക്തകോശങ്ങൾക്ക് ഊർജ്ജം ലഭിക്കുന്നത്? നമ്മുടെ രക്തകോശങ്ങളിൽ വിഷവസ്തുക്കൾ, ഇൻസുലിൻ, പോഷകാഹാരം, ഓക്സിജൻ, വെള്ളം എല്ലാം ഉണ്ട്. ഇവയെല്ലാം നമ്മുടെ ശരീരത്തിൽ മാഗ്നറ്റിസത്തിന്റെ സഹായത്തോടെ വ്യാപിക്കുന്നു. മാഗ്നറ്റിസത്തിന്റെ ശക്തി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മാഗ്നറ്റിസം എന്താണെന്ന് വളരെ പ്രോപ്പറായി തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. മാഗ്നറ്റിസത്തിന്റെ പ്രവർത്തനം എന്താണെന്ന് നിങ്ങൾ വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കിയാൽ എല്ലാം നിങ്ങൾക്ക് വ്യക്തമായി എന്നർത്ഥം. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം,
എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാകുന്നതെന്നാണ്. നമ്മുടെ ശരീരത്തിലെ എല്ലാ രോഗങ്ങളും ഉണ്ടാകുന്നത് ബ്ലഡ് സെൽസ് മൂലമാണ്. ക്യാൻസർ സെൽസ് എവിടെയാണ് വികസിക്കുന്നത്? ബ്ലഡ് സെൽസിനുള്ളിൽ. കൊറോണ സെൽസ് എവിടെ നിന്നാണ് പ്രവേശിക്കുന്നത്? അതും ബ്ലഡ് സെൽസിനുള്ളിൽ. എന്തുകൊണ്ടാണ് ലോകത്ത് രോഗങ്ങൾ ഉണ്ടാകുന്നത്? ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? കൃത്യമായ അളവിൽ ഹാർട്ടിലേക്ക് രക്തം ലഭിക്കാത്തതുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് ഒരാൾക്ക് പക്ഷാഘാതം വരുന്നത്? ഓർഗൻസിന് ശരിയായ അളവിൽ ഓക്സിജൻ അടങ്ങിയ രക്തം ലഭിക്കാതെ വരുമ്പോൾ അത് ശരീരഭാഗങ്ങളുടെ പ്രവർത്തനം നിർത്തുന്നു. ഏത് രോഗവും എടുത്തോളൂ, പക്ഷാഘാതം മുതൽ നിങ്ങൾക്കറിയാവുന്ന ഏത് രോഗവുമായിക്കോട്ടെ, അതിന്റെ മൂലകാരണം ഒന്ന് തന്നെയായിരിക്കും: ബ്ലഡ് സർക്കുലേഷന്റെ കുറവും ഓക്സിജന്റെ കുറവും. ഏത് രോഗമായാലും ജോയിന്റ് പെയിൻ, ബോഡി പെയിൻ. എന്തുകൊണ്ടാണ് ബോഡി പെയിൻ ഉണ്ടാവുന്നത്? എന്റെ കൈക്ക് ഇപ്പോൾ വേദനയുണ്ട്. അപ്പോൾ ആ വേദനയുടെ കാരണം എന്താണ്? കാരണം ആ ഏരിയയിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് കൃത്യമായി എത്താത്തത് കൊണ്ടാണ്. പ്രോപ്പർ ബ്ലഡ് സർക്കുലേഷൻ നടക്കാത്തത് കൊണ്ടാണ് ആ ഭാഗത്ത് വേദന ഉണ്ടാവുന്നത്. ഈ വേദനയുള്ള ഭാഗത്ത് ഓക്സിജനേക്കാൾ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് വേദന ഉണ്ടാവുന്നത്. പിന്നെ മാഗ്നറ്റ് എന്ത് ജോലിയാണ് ചെയ്യുന്നത്? മാഗ്നറ്റ് നിങ്ങളുടെ ശരീരത്തിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് വിതരണം ചെയ്യുന്ന ജോലിയാണ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തുന്ന ജോലി ചെയ്യുന്നു. ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെട്ടാൽ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് വർദ്ധിക്കുന്നു. അതിനാൽ ബയോമാഗ്നറ്റിസം നിങ്ങളുടെ ശരീരത്തിൽ പ്രകൃതിദത്തമായ ഒരു വേദന സംഹാരിയാണ്. നമ്മുടെ ശരീരത്തിൽ 78 പ്രധാന അവയവങ്ങളുണ്ട്. കൂടാതെ 72,000 രക്തക്കുഴലുകളുണ്ട്. അവയുടെ നീളം ഏകദേശം 1,00,000 കിലോമീറ്റർ ആണ്. രക്തക്കുഴലിൽ നിന്ന് തുടർച്ചയായി ഓക്സിജൻ ഉള്ള രക്തം പോഷകാഹാരം വിതരണം ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ മാഗ്നറ്റ് നമ്മുടെ ശരീരത്തിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ അയണിനും പരിസ്ഥിതിക്കും മാഗ്നറ്റിക് ഫ്രീക്വൻസി ഉണ്ട്. നിങ്ങൾ ഞങ്ങളുടെ മാഗ്നറ്റിക് മാട്രസിൽ ഉറങ്ങുകയാണെങ്കിൽ നോർത്ത് പോൾ, സൗത്ത് പോൾ, നോർത്ത് പോൾ, സൗത്ത് പോൾ ഇങ്ങനെ ഫ്രീക്വൻസി സൃഷ്ടിക്കും. ഇത് നമ്മുടെ ശരീരത്തിലെ അയണിനെ വളരെയധികം ആകർഷിക്കുന്നു. അങ്ങനെ പുൾ ആൻഡ് പുഷ് പ്രക്രിയ സംഭവിക്കുന്നു. അങ്ങനെ മാഗ്നറ്റ് അയണിനൊപ്പം പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ നമ്മുടെ ബ്ലഡ് വെസൽസിനുള്ളിൽ ഒരു വലിയ വാക്വം സൃഷ്ടിക്കപ്പെടുന്നു. ഒരു നിമിഷത്തിനുള്ളിൽ ഓക്സിജൻ ഒരു ഒഴിഞ്ഞ സ്ഥലത്തെത്തുമെന്ന് ശാസ്ത്രം പറയുന്നു. അതും വിത്തിൻ സെക്കൻഡ്സിനുള്ളിലാണ് സംഭവിക്കുന്നത്. ഇത് വെള്ളമാണ്. ഈ ബോട്ടിലിൽ 70% വെള്ളവും 30% ഓക്സിജനുമാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് വളരെ ലളിതമായി വിശദീകരിക്കാം. ഇതൊരു ഇഞ്ചക്ഷനാണ്. ഇതിന്റെ മുൻഭാഗം നിങ്ങൾ ഒരു മാഗ്നറ്റായി കണക്കാക്കുക. ഈ ബ്ലാക്ക് ഏരിയ നോക്കൂ, ഇത് അയണായി കണക്കാക്കാം. മാഗ്നറ്റ് എന്താണ് ചെയ്യുന്നത്? ഇത് ഇരുമ്പിനൊപ്പം പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അതിന്റെ ഫലമായി നമ്മുടെ ബ്ലഡ് വെസൽസിൽ ഒരു വാക്വം സൃഷ്ടിക്കപ്പെടുന്നു. എന്ന് വെച്ചാൽ ഒരു ഒഴിഞ്ഞ ഇടം. നിങ്ങളുടെ ഇടതും വലതും ശ്വാസകോശങ്ങളിൽ ഓക്സിജൻ ഉണ്ട്. അതിനുള്ളിൽ നാച്ചുറൽ ഓക്സിജൻ സിലിണ്ടറുകളുമുണ്ട്. നാം ശ്വസിക്കുന്ന ഓക്സിജൻ ഇടതും വലതും ശ്വാസകോശങ്ങളിൽ സംഭരിക്കപ്പെടും. എന്നാൽ വാക്വം നിങ്ങളുടെ ഇടതുഭാഗത്ത് സംഭരിച്ചിരിക്കുന്ന ഓക്സിജൻ സൃഷ്ടിക്കുന്ന നിമിഷം നേരിയ ശ്വാസകോശം രക്തക്കുഴലുകളിൽ സ്വയം പടരാൻ തുടങ്ങുന്നു. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കൂടാൻ തുടങ്ങുന്നു. അതോടൊപ്പം ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവും കൂടുന്നു. അതുവഴി നമ്മുടെ രക്തകോശങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ബ്ലഡ് സെൽസ് ഹെൽത്തി ആണെങ്കിൽ ബോഡിയും ഹെൽത്തി. നമ്മുടെ ശരീരത്തിൽ അയൺ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ നിന്ന് അയൺ നീക്കം ചെയ്താൽ അടുത്ത നിമിഷത്തിൽ നമ്മൾ ഈ ലോകത്തുണ്ടാവില്ല. അത്രമാത്രം നമ്മുടെ ശരീരത്തിൽ പ്രാധാന്യമുള്ള ഒന്നാണ് ഈ അയൺ. അയൺ നമ്മുടെ ശരീരത്തിലെ എല്ലാ രക്തകോശങ്ങളിലേക്കും ഓക്സിജൻ വിതരണം ചെയ്യുന്നു. അത് ബ്ലഡ് വെസൽസിലേക്ക് ഓക്സിജൻ കൈമാറുന്നു. മാഗ്നറ്റ് ഇരുമ്പിനെ സ്വാധീനിക്കുകയും ഇരുമ്പിന് ഊർജ്ജം നൽകുകയും ചെയ്യുന്നു. ഞാനൊരു ചെറിയ ഡെമോൺസ്ട്രേഷനിലൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കി തരാം. എന്റെ കയ്യിൽ ഇപ്പോൾ ചെറിയ ചെറിയ ഇരുമ്പാണികളുണ്ട്. ഇതുകൊണ്ട് ഞാനൊരു ഡെമോ കാണിക്കാം. മാഗ്നറ്റ് എങ്ങനെയാണ് ഇരുമ്പിന് ശക്തി നൽകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. എന്റെ കയ്യിൽ ഒരു നാച്ചുറൽ ബാർ മാഗ്നറ്റ് ഉണ്ട്. ഞാൻ ഈ രീതിയിൽ ഇതിനെ പിടിച്ച് താഴേക്ക് തിരിക്കുന്നു. നോക്കൂ, ഇത് താഴേക്ക് തിരിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ആണികൾക്ക് പരസ്പരം ആരാണ് ഊർജ്ജം നൽകിയത്? ഈ ഇരുമ്പാണികൾക്ക് പരസ്പരം ചേർന്ന് നിൽക്കാനുള്ള ഊർജ്ജം ആരാണ് നൽകിയത്? മാഗ്നറ്റ് ആണ് ഈ അയണിന് ഊർജ്ജം നൽകിയത്. അതിനാൽ പരസ്പരം ഇവ ചേർന്ന് നിൽക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഈ ഓക്സിജൻ ആഗിരണം ചെയ്യാൻ ഡിഓക്സിജനേറ്റഡ് ബ്ലഡ് ശ്വാസകോശത്തിലേക്ക് എത്തുമ്പോഴാണ് മാഗ്നറ്റ് അതിന് ഊർജ്ജം നൽകുന്നത്. ഏകദേശം 30 മില്ലി ഓക്സിജൻ പകരം അത് കൂടുതൽ അളവിൽ ഓക്സിജൻ ആഗിരണം ചെയ്യുന്നു. അത് 70 മില്ലി, 60 മില്ലി, 80 മില്ലി എന്നിങ്ങനെ കൂടിയ അളവിൽ അത് ഓക്സിജനെ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു. എപ്പോഴാണ് ഞാൻ ഈ മാഗ്നറ്റിനെ ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നത്? അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കൂ. എല്ലാ അണികളും താഴേക്ക് വീണു. അപ്പോൾ അയണിന് ആരാണ് ഊർജ്ജം നൽകിയത്? മാഗ്നറ്റ് തന്നെ. ഇതൊരു നാച്ചുറൽ മാഗ്നറ്റ് ആണെന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇത് നിങ്ങൾ കരുതുന്നത് പോലെ ഒരു സാധാരണ മാഗ്നറ്റ് അല്ല. ഇത് വളരെ ധ്രുവീകരിക്കപ്പെട്ട പ്രകൃതിദത്തമായ നിയോഡൈമിയം എന്ന അപൂർവ ആർട്ട് ബയോമാഗ്നറ്റ് ആണ്. ഇതിന് പാർശ്വഫലങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഭൂമിയിൽ നിന്ന് 600-700 അടി താഴ്ചയിൽ നിന്ന് നമുക്കിത് ലഭിക്കുന്നു. ഇതുകൊണ്ട് ഞങ്ങൾ സ്പെഷ്യൽ കസ്റ്റമൈസ്ഡ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു. മാഗ്നറ്റിക് മാട്രസ്, വാട്ടർ എനർജി പാഡ്,
ജംബോ ബ്രേസ്ലെറ്റ് എന്നിങ്ങനെ 30 മുതൽ 32 വരെ മാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ശാസ്ത്രീയമായ രീതിയിൽ നിർമ്മിക്കുന്നു. 15 മുതൽ 16 വർഷക്കാലമായി ഞങ്ങൾ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ മാഗ്നറ്റ് വളരെ നാച്ചുറൽ ആണ്, ഒരു സൈഡ് ഇഫക്റ്റുമില്ല. കുട്ടിക്കാലത്ത് നമ്മൾ ഇതുപോലെയുള്ള ആർട്ടിഫിഷ്യൽ ഇലക്ട്രിക്കൽ ചാർജുള്ള മാഗ്നറ്റുമായി ഒരുപാട് കളിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ പറയുന്നത് ആ മാഗ്നറ്റിനെ കുറിച്ചല്ല. ഇത് വളരെയധികം വ്യത്യാസമുണ്ട്. ഇത് വളരെ ധ്രുവീകരിക്കപ്പെട്ട പ്രകൃതിദത്തമായ നിയോഡൈമിയം എന്ന ഭൂമിയിലെ അപൂർവമായ മാഗ്നറ്റാണ്. ഇത് ഭൂമിയിൽ നിന്ന് 700 മുതൽ 800 അടി വരെ താഴ്ചയിൽ കണ്ടുവരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം പവർഫുൾ ആയ ഒരു മാഗ്നറ്റ് ആണ്. വ്യത്യസ്ത വലുപ്പത്തിലുള്ള വിവിധ തരത്തിലുള്ള മാഗ്നറ്റുകൾ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇവയെല്ലാം വളരെ വ്യത്യസ്ത വലുപ്പത്തിലുള്ളതാണ്. ഇലക്ട്രിസിറ്റി നമ്മൾ ആംബിയർ എന്ന അടിസ്ഥാനത്തിലാണ് അളക്കുന്നത്. അങ്ങനെ മാഗ്നറ്റിനെ നമ്മൾ ഗോസ് മീറ്റർ കൊണ്ട് അളക്കുന്നു. എന്റെ കയ്യിൽ ഇപ്പോൾ ഒരു ഗോസ് മീറ്റർ ഉണ്ട്. ഈ ഗോസ് മീറ്റർ ഓൺ ചെയ്തതിനു ശേഷം ഈ മാട്രസിന് മുകളിൽ വെച്ചാൽ ഈ മാഗ്നറ്റിൽ എത്രമാത്രം ഗോസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതിവിടെ പ്രതിഫലിക്കുകയും ചെയ്യും. അങ്ങനെ പ്രതിഫലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും മാഗ്നറ്റിനുള്ളിൽ എത്രമാത്രം ഗോസ് ഉണ്ടെന്ന്. 1000 ഗോസ് പവറുള്ള മാഗ്നറ്റുകൾ നമുക്കുണ്ട്. വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് കഴിഞ്ഞ 15 മുതൽ 16 വർഷം വരെ ഞങ്ങൾ ഈ ഉൽപ്പന്നം നിർമ്മിക്കുന്നത്. ഈ ഉൽപ്പന്നങ്ങൾ നാച്ചുറൽ മാഗ്നറ്റിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. നാച്ചുറൽ മാഗ്നറ്റ് ഒരിക്കലും ഒരു ഉപദ്രവകാരിയല്ല. അതായത് ബയോ മാഗ്നറ്റ് ഒരിക്കലും നിങ്ങളെ ഉപദ്രവിക്കില്ല. ഇലക്ട്രിക്കലി ചാർജ്ഡ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് നമുക്ക് ഈ സ്പീക്കറുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ കബോർഡിന്റെ ലോക്കിൽ കാണുന്നതും ആർട്ടിഫിഷ്യൽ ഇലക്ട്രിക്കൽ മാഗ്നറ്റ് ആണ്. അവ ദോഷകരമാണ്. എന്നാൽ ബയോ മാഗ്നറ്റ് ഒരിക്കലും ദോഷകരമല്ല. 3 വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഈ കാന്തം ഉപയോഗിക്കരുത്. അതായത് ശരീരത്തിനുള്ളിൽ പേസ് മേക്കർ എന്ന ഇലക്ട്രോണിക് ഉപകരണം ഉള്ളയാൾ ഇത് ഉപയോഗിക്കരുത്. ശരീരത്തിൽ ഇലക്ട്രോണിക് ഇൻസുലിൻ പമ്പുള്ളവർ ഇത് ഉപയോഗിക്കരുത്. അതുപോലെ ഗർഭിണികൾ ഈ ഉൽപ്പന്നം ഉപയോഗിക്കരുത്. ഗർഭാവസ്ഥയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. കുട്ടികൾക്കും ഇത് ഉപയോഗിക്കാം. ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. മാഗ്നറ്റ് നിങ്ങളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. അങ്ങനെ ശരീരത്തിലെ ഓക്സിജന്റെ അളവും അത് വർദ്ധിപ്പിക്കുന്നു. ഓക്സിജന്റെ അളവ് വർദ്ധിച്ചാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുകയും അത് ബ്ലഡ് സെൽസിനെ ആരോഗ്യകരമാക്കുകയും ചെയ്യും. ബ്ലഡ് സെൽസിൽ കൃത്യമായ അളവിൽ ഓക്സിജൻ ലഭിച്ചാൽ രക്തം മിത്രവും ശത്രുവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നു. മാത്രമല്ല ബാക്ടീരിയ, വൈറസ് മൂലമുള്ള രോഗങ്ങൾ ഒന്നും തന്നെ ശരീരത്തിനുള്ളിലേക്ക് വരാൻ അത് അനുവദിക്കുകയുമില്ല. അതിനാൽ രക്തകോശങ്ങളിൽ ആവശ്യത്തിന് ഓക്സിജൻ ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യവുമാണ്. മാഗ്നറ്റിനെ കുറിച്ച് ധാരാളം പുസ്തകങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ഇന്റർനെറ്റിലും ലഭ്യമാണ്. ഇതിന് ഒരേ ഒരു കൺക്ലൂഷനേ ഉള്ളൂ. മാഗ്നറ്റ് നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തി ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. മാഗ്നറ്റ് ഡിഫോൾട്ടായി ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. ഉദാഹരണത്തിന് ഒരു വിൻഡോ തുറന്നാൽ ഓക്സിജൻ അകത്തേക്ക് വരുന്നു. അതായത് വിൻഡോ അല്ല ഓക്സിജൻ തന്നത്, ഓക്സിജൻ അകത്തേക്ക് വരാൻ വിൻഡോ സഹായകമായി എന്ന് മാത്രം. മാഗ്നറ്റ് എന്താണ് ചെയ്യുന്നത്? ഇത് നമ്മുടെ ശരീരത്തിലെ അയണിനെ ആകർഷിക്കുകയും അതിന്റെ പ്രവർത്തന ഫലമായി ഒരു വാക്വം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ ശരീരം സ്വയം ഓക്സിജൻ പുറത്തുവിടാൻ തുടങ്ങുകയും ചെയ്യുന്നു. നമ്മൾ മൂക്കിലൂടെ ശ്വസിക്കുന്ന വായു ശ്വാസകോശത്തിൽ സ്റ്റോർ ആവുന്നു. ഈ ഓക്സിജനെ ശരീരത്തിൽ മുഴുവൻ വ്യാപിപ്പിക്കുന്ന ജോലി മാഗ്നറ്റിസത്തിന്റെ സഹായത്തോടെ ബൈ ഡിഫോൾട്ട് നടക്കുന്നു. ഊർജം എപ്പോഴും അദൃശ്യമാണ്. ഊർജം നമുക്ക് കാണാൻ കഴിയില്ല. ഇന്ന് നമ്മൾ ഭൂമിയിൽ നിന്ന് വളരെയധികം അകലെയാണ്. ഇന്ന് നമുക്ക് നമ്മുടെ ഭൂമിയുമായി ഒരു ബന്ധവുമില്ല. നോക്കൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു എക്സ്പെരിമെന്റ് കാണിക്കാം. നമ്മുടെ ശരീരം ഊർജം ആഗിരണം ചെയ്യുന്നതാണ്. നമ്മുടെ ശരീരം ഭൂമിയുടെ നാച്ചുറൽ മാഗ്നറ്റിക് ഫ്രീക്വൻസിയെ ആഗിരണം ചെയ്യാനാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. ഇതൊരു വുഡാണ്, പ്ലൈവുഡ്. ഇതിന്റെ കനം ഏകദേശം 20 മില്ലിമീറ്റർ ആണ്. ഇതൊരിക്കലും വൈദ്യുതിയെ കടത്തിവിടുന്നില്ല. എന്നാൽ ഇതിനുള്ളിൽ മാഗ്നറ്റിക് ഫ്രീക്വൻസി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. ഞാൻ അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. മുകളിലും ഞാൻ ഒരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. അതിനെ ഞാൻ ഇങ്ങനെ ചലിപ്പിക്കുന്നു. ഓക്കെ, ഈ മാഗ്നറ്റ് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നു എന്നാൽ ഇവ പരസ്പരം ഊർജം കടത്തിവിടുന്നു. എന്നാൽ വുഡ് ഇലക്ട്രിക് ഫ്രീക്വൻസിയെ കടത്തിവിടുന്നില്ല. എന്നാൽ നമ്മുടെ ശരീരം ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്രീക്വൻസിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇതൊരു വയറാണ്. ഞാൻ ഈ വയറിലൂടെ വൈദ്യുതി കടത്തിവിട്ട ശേഷം ഇതിനെ സ്പർശിച്ചാൽ എനിക്ക് ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാവില്ല. എന്തുകൊണ്ടുണ്ടാവില്ല? കാരണം ഇതിന് ചുറ്റും പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്. ഇതിന്റെ എനർജി പരിശോധിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ടെസ്റ്റർ കൊണ്ട് ചെക്ക് ചെയ്ത് ഇതിനുള്ളിൽ വൈദ്യുതി ഉണ്ടോ എന്ന് നോക്കണം. കാരണം നമുക്ക് വൈദ്യുതിയെ കാണാൻ സാധിക്കില്ല. പക്ഷേ ഈ വയറിനെ ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിനെ സ്പർശിക്കുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് തന്നെ ഷോക്ക് ഏൽക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ചെറിയ 1 mm പ്ലാസ്റ്റിക്കിന് എന്നെ ഷോക്കിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞു. നമ്മൾ എല്ലാവരും ഷൂസും ചെരുപ്പും ധരിക്കുന്നവരാണ്. അത് ധരിച്ചിട്ടാണ് നമ്മൾ എല്ലായിടത്തും നടക്കുന്നത്. ഇങ്ങനെ നടക്കുമ്പോൾ ഭൂമിയിലെ മണ്ണുമായുള്ള ബന്ധം നമുക്ക് പൂർണ്ണമായും ഇല്ലാതാകുന്നു. അതിന് ലളിതമായ ഉദാഹരണമാണ് നമുക്ക് ഭൂമിയുമായുള്ള ബന്ധം ഇല്ലാതാകുമ്പോൾ ശരീരത്തിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നത്.
സുഹൃത്തുക്കളെ, നമ്മുടെ ഭൂമി തന്നെ ഒരു വലിയ കാന്തിക ഗോളമാണ്. അതിന്റെ ഒരു മോഡലാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഈ ഭൂമി അന്തരീക്ഷത്തിൽ നിൽക്കുന്നത് കാണാം. നമ്മുടെ ഭൂമിക്ക് മുകളിൽ സൂര്യന്റെ സ്വാധീനം എപ്പോഴും ഉണ്ട്. നാം ഭൂമിയുടെ സ്വാധീനത്തിലുമാണ്. സൂര്യൻ വളരെ വലുതാണ്. ഇത്തരത്തിലുള്ള 13 ലക്ഷത്തോളം ഭൂമിയെ സൂര്യന് വിഴുങ്ങാൻ കഴിയും. സൂര്യൻ തന്നെ ഒരു വലിയ കാന്തിക ഗോളമാണ്. കൂടാതെ സൂര്യൻ 9 ഗ്രഹങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഈ ഭൂമി ശരിക്കും അന്തരീക്ഷത്തിൽ നിൽക്കുന്നതായി കാണാൻ കഴിയുന്നു. ഈ ഭൂമിക്കുള്ളിൽ മാഗ്നറ്റിക് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഉണ്ട്. അത് നോർത്ത് സൗത്ത് പോളുകളിൽ നിന്ന് മാഗ്നറ്റിക് ഫ്രീക്വൻസി റിലീസ് ചെയ്യുന്നു. നമ്മുടെ ഭൂമി സ്വയം ചുറ്റുന്നതിന്റെ ഫലമായി രാവും പകലും നാം അനുഭവിക്കുന്നു. ഭൂമി സൂര്യനെ ചുറ്റാൻ 365 ദിവസം, അതായത് ഒരു വർഷം എടുക്കുന്നു. ശരീരത്തിലെ ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കാൻ 2 വഴികളാണ് നമുക്കുള്ളത്. ഒന്ന് യോഗ അല്ലെങ്കിൽ വ്യായാമം, രണ്ടാമത് ബയോമാഗ്നറ്റിസം. രണ്ടിനും ഒരുപോലെ പ്രാധാന്യമുണ്ട്. യോഗ, വ്യായാമം, ജിം എന്നിവയെക്കുറിച്ച് കോടിക്കണക്കിന് ആളുകൾക്കറിയാം. പക്ഷെ പലരും അത് ചെയ്യാറില്ല. ഉറങ്ങാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, എന്നാൽ ശരിയായ രീതിയിലുള്ള ഉറക്കമാണ് നമുക്ക് വേണ്ടത്. അതിനാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ 3x6 5x6 സയന്റിഫിക് ബയോമാഗ്നറ്റിക് മാട്രിക്സിൽ ഉറങ്ങാം. അതിന്റെ അന്തിമ ഫലം നിങ്ങൾ നോക്കൂ. ബയോമാഗ്നറ്റ് ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തും. അങ്ങനെ ഇത് ശരീരത്തിലെ ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അതിന്റെ ഫലമായി ബ്ലഡ് സെൽസ് ആരോഗ്യകരമാകും. ഇതെല്ലാം നമ്മളെ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിന് സഹായകരമാകുന്നു. ബയോമാഗ്നറ്റിസം ശരീരത്തിന് പ്രതിരോധമായി പ്രവർത്തിക്കുന്നു. നമ്മുടെ ശരീരത്തിന്റെ 95% റിപ്പയറിംഗും മെയിന്റനൻസ് വർക്കും ഉറക്കത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് രാത്രി എന്ന സമയം ദൈവം നമുക്ക് ഉറങ്ങാനായി നൽകിയിരിക്കുന്നത്. ശരിയായ ഉറക്കം ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ശരീരത്തിന് ഹയസ്റ്റ് ഓക്സിജൻ ലെവൽ ആവശ്യമാണ്. എന്നാൽ നിങ്ങൾ ബയോമാഗ്നറ്റിക് മാട്രിക്സിൽ ഉറങ്ങുകയാണെങ്കിൽ അത് നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ സ്മൂത്ത് ആകാൻ സഹായിക്കുന്നു. അങ്ങനെ ബോഡിയിൽ ഓക്സിജന്റെ അളവ് വർദ്ധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ ബയോമാഗ്നറ്റിക് മാട്രിക്സിൽ തന്നെ ഉറങ്ങണം. ഇത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ശരിയായ രീതിയിൽ നിലനിർത്തി ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ഓർഗൻസ് ഉണ്ടോ അവയ്ക്കെല്ലാം പ്രോപ്പറായി ഓക്സിജനേറ്റഡ് ബ്ലഡ് ലഭിച്ചാൽ മാത്രമേ അത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ. കിഡ്നിക്ക് ശരിയായ രക്തവിതരണം ലഭിച്ചാൽ കിഡ്നി ശരിയായി പ്രവർത്തിക്കും. പാൻക്രിയാസിന് ശരിയായ രക്തവിതരണം ലഭിക്കുകയാണെങ്കിൽ പാൻക്രിയാസ് ശരിയായി പ്രവർത്തിക്കുകയും ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. നമ്മൾ ഉറങ്ങുമ്പോൾ തലച്ചോറിലെ പീനിയൽ ഗ്ലാൻഡ് എന്ന ഓർഗൻ പാർട്ട് മെലറ്റോണിൻ എന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും. അതായത് മെലറ്റോണിൻ എന്ന ഈ ഹോർമോൺ മൂലമാണ് നമുക്ക് ഉറങ്ങാൻ സാധിക്കുന്നത്. എന്നാൽ ഈ പീനൽ ഗ്ലാൻഡിന് ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഈ പീനൽ ഗ്ലാൻഡിലേക്ക് പ്രോപ്പർ പ്രൊപ്പോർഷനിലുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡ് സപ്ലൈ ചെയ്യണം. ഇങ്ങനെ പ്രോപ്പർ പ്രൊപ്പോർഷനിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് ലഭിച്ചാൽ മാത്രമേ പീനൽ ഗ്ലാൻഡ് മെലറ്റോണിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ. തുടർന്ന് നമുക്ക് 8 മണിക്കൂർ വളരെ ആഴത്തിൽ ഉറങ്ങാൻ സാധിക്കുന്നു. പെനിയൽ ഗ്ലാൻഡിന് ശരിയായ അനുപാതത്തിൽ രക്തം ലഭിക്കുന്നില്ലെങ്കിൽ പ്രോപ്പർ പ്രൊപ്പോർഷനിൽ പെനിയൽ ഗ്ലാൻഡിന് മെലറ്റോണിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയില്ല. ഇത് നമ്മുടെ ഉറക്കത്തിന്റെ ദൈർഘ്യം 2 മുതൽ 3 മണിക്കൂർ വരെ കുറയ്ക്കും. ഒരു സാധാരണ ഹ്യൂമൻ ബോഡിക്ക് മാക്സിമം ആയാലും മിനിമം ആയാലും 8 മണിക്കൂർ ഉറക്കം വളരെ അത്യാവശ്യമാണ്. ബയോമാഗ്നറ്റിസം നമ്മുടെ ശരീരം സന്തുലിതമാക്കാൻ സഹായിക്കുന്നു. നിങ്ങൾ കൂടുതൽ നേരം ഉറങ്ങിയാലും ഒരു രോഗിയാണ്, കുറച്ചു നേരം ഉറങ്ങിയാലും ഒരു രോഗിയാണ്. ബയോമാഗ്നറ്റിസം നമ്മുടെ ശരീരത്തെ ടോപ്പ് ടു ബോട്ടം ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നു. കാരണം ഇത് ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെ ഓക്സിജൻ വർദ്ധിക്കുന്നു, നമ്മുടെ ശരീരം സന്തുലിതമാകുന്നു, ബ്ലഡ് സെൽസ് ആരോഗ്യമുള്ളതാകുന്നു. പ്രകൃതി നമ്മുടെ ശരീരത്തിന് സ്വയമായി സുഖപ്പെടുത്താനുള്ള ഒരു കഴിവ് നൽകിയിട്ടുണ്ട്. ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ എന്റെ കയ്യിൽ ഒരു മുറിവുണ്ടായാൽ, എന്റെ കാറിൽ ഒരു സ്ക്രാച്ച് ഉണ്ടായാൽ, ഇതിൽ ഏതാണ് 3 മാസം കഴിഞ്ഞാൽ നിലനിൽക്കുക? എന്റെ കയ്യിലുണ്ടായ മുറിവ് ഏത് കയ്യിലാണ് ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം സുഖപ്പെട്ടിരിക്കും. എന്നാൽ കാറിന് സെൽഫ് ഹീലിംഗ് കപ്പാസിറ്റി ഇല്ല. നമ്മുടെ ഈ മനുഷ്യ ശരീരത്തിന് നാച്ചുറൽ ഹീലിംഗ് കപ്പാസിറ്റി സ്വാഭാവികമായുമുണ്ട്. മനുഷ്യരും നമ്മുടെ ചുറ്റുമുള്ള എല്ലാ മൃഗങ്ങളും പ്രകൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാട്ടിലെ കടുവയും ഭൂമിയുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. കടുവ എപ്പോഴും മണ്ണിൽ ഉറങ്ങി തടാകത്തിലെയും മറ്റ് പ്രകൃതി സ്രോതസ്സുകളിലെയും ജലം കുടിച്ച് ജീവിക്കുന്നു. തെരുവു നായ്ക്കൾ പോലും പ്രകൃതിയുമായി വളരെയധികം ഇഴുകിച്ചേർന്നാണ് ജീവിക്കുന്നത്. മനുഷ്യ ശരീരത്തിന്റെ ആയുസ് 150 വർഷത്തോളമാണ്. ആ ആയുസ്സിനെ നമ്മൾ 30, 35, 40, 45, 50 വർഷമായി കുറച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ തന്നെയാണ് നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇന്ന് ഇന്ത്യ പ്രമേഹ രോഗത്തിന് തലസ്ഥാനമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ളത് നമ്മുടെ ഇന്ത്യയിലാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്നു. കാർബോഹൈഡ്രേറ്റ് ഉള്ള ഭക്ഷണം നിങ്ങൾ വെജ് കഴിച്ചാലും നോൺ വെജ് കഴിച്ചാലും അടുത്ത 2-2.5 മണിക്കൂറിനുള്ളിൽ നമ്മൾ കഴിച്ച ഭക്ഷണം ഫാറ്റി ആസിഡും ഗ്ലൂക്കോസുമായി കൺവെർട്ട് ചെയ്യപ്പെടുന്നു. അതിനെ ദഹിപ്പിക്കുന്ന ജോലി ഇൻസുലിൻ ചെയ്യുന്നു. ഇൻസുലിൻ ഡിസോൾവ്ഡ് ഓക്സിജന്റെ സഹായത്തോടെ ഫാറ്റി ആസിഡും ഗ്ലൂക്കോസും കത്തിച്ച് ഊർജ്ജമാക്കി മാറ്റുന്നു. എന്നാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും ഓക്സിജന്റെ അളവും തകരാറിലായതിനാൽ
ഇൻസുലിൻ പ്രോപ്പർ പ്രൊപ്പോർഷനിൽ ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു വശത്ത് ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടു, മറുവശത്ത് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. എന്നാൽ നിങ്ങളുടെ ശരീരത്തിലെ ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവ് കുറവാണെങ്കിൽ ഈ ഇൻസുലിന് ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. ഇത് കുറച്ച് ദഹിപ്പിക്കും, കുറച്ച് ഉപേക്ഷിക്കും, കുറച്ച് ദഹിപ്പിക്കും, കുറച്ച് ഉപേക്ഷിക്കും. ഇങ്ങനെ നിങ്ങളുടെ ശരീരത്തിൽ ഡേ ബൈ ഡേ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയും ഒരു ദിവസം ഡയബറ്റിസ് എന്ന മാരകമായ രോഗം നിങ്ങളെ പിടിപെടുകയും ചെയ്യും. ഡയബറ്റിക് സത്യത്തിൽ ക്യാൻസറിനേക്കാൾ ഭയാനകമാണ്. ഡയബറ്റിക് നിങ്ങളുടെ ശരീരത്തെ ഉള്ളിൽ നിന്ന് പൊള്ളയാക്കുന്നു. നിങ്ങളുടെ ശരീരം ഒരു ചിതൽ പോലെയായിത്തീരുന്നു. ഡയബറ്റിക് ബാധിച്ച് മരിക്കുന്ന ഒരു വ്യക്തിയുടെ 40 മുതൽ 45 വരെ അവയവങ്ങൾ തകരാറിലായിരിക്കും. ഞാനിതിന്റെ പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. ഇൻസുലിന്റെയും ഗ്ലൂക്കോസിന്റെയും പിന്നെ ഓക്സിജന്റെയും പ്രാധാന്യം എന്താണ്? എന്റെ മുന്നിൽ ഒരു മെഴുകുതിരിയുണ്ട്. ഈ മെഴുകുതിരി ഉപയോഗിച്ച് ഞാൻ ഒരു പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഞാനിവിടെ എന്താണ് നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതെന്ന് നോക്കൂ. ഇത്തരം പരീക്ഷണങ്ങൾ നമ്മൾ സ്കൂളിലും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ മെഴുകുതിരി കത്തിക്കുകയാണ്. അത് ശരിയായി കത്തുന്നുണ്ട്. ഇങ്ങനെ കത്തുന്ന ഈ മെഴുകുതിരിയുടെ മുകളിലേക്ക് ഒരു ഗ്ലാസ് വെക്കുകയാണ്. ഇതിലൂടെ നിങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാം ശരീരത്തിലെ ഓക്സിജന്റെ പ്രാധാന്യം എന്താണെന്ന്. ഇവിടെ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കൂ. ഈ മെഴുകുതിരിയെ ഞാൻ ഈ ഗ്ലാസ് കൊണ്ട് അടച്ചു വെച്ചു. ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ ഓക്സിജന്റെ പ്രാധാന്യം എന്താണെന്ന് വിശദീകരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ഓക്സിജന്റെ പ്രാധാന്യവും പിന്നെ ബയോമാഗ്നറ്റിസം നമ്മുടെ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയെന്നും ഞാൻ പറഞ്ഞു തരാം. നോക്കൂ, മെഴുകുതിരി കെട്ടുപോയിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഗ്ലൂക്കോസും ഉണ്ടായി, ഇൻസുലിനും ഉണ്ടായി. ഈ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ ഗ്ലൂക്കോസിനെ കത്തിക്കുകയുള്ളൂ. അതും പ്രോപ്പർ പ്രൊപ്പോർഷനിലാണെങ്കിൽ മാത്രം. മെഴുകുതിരിയുടെ എക്സാമ്പിൾ ഞാൻ എന്തുകൊണ്ടാണ് കാണിച്ചത്? മെഴുകുതിരി കത്തിച്ച് 15 സെക്കൻഡിനുള്ളിൽ അണഞ്ഞു. 15 സെക്കൻഡ് കഴിഞ്ഞ് അത് അണഞ്ഞത് എന്തുകൊണ്ടാണ്? 15 സെക്കൻഡിന് മുന്നേ അത് കത്തിയത് എന്തുകൊണ്ടാണ്? ഇതിനെല്ലാം ഒരു കാരണമേ ഉള്ളൂ, ഓക്സിജന്റെ കുറവ്. ഓക്സിജൻ ലഭിച്ചില്ലെങ്കിൽ ഗ്ലൂക്കോസ് കത്തിക്കുന്നത് നിന്നുപോകും. ഇൻസുലിന്റെ ജോലി സത്യത്തിൽ ഇതാണ്. ഇൻസുലിൻ ഗ്ലൂക്കോസിനെ കത്തിക്കുന്നു. എന്നാൽ ഗ്ലൂക്കോസ് എപ്പോഴാണ് കത്തുന്നത്? നമ്മുടെ ശരീരത്തിൽ പ്രോപ്പർ പ്രൊപ്പോർഷനിൽ ഓക്സിജൻ ഉള്ളപ്പോൾ. അപ്പോൾ മാഗ്നറ്റ് എന്താണ് ചെയ്യുന്നത്? ബയോമാഗ്നറ്റ് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആക്കിക്കൊണ്ട് ശരീരത്തിൽ ഡിസോൾവ് ഓക്സിജൻ വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ശരീരത്തിൽ ഇൻസുലിനും അതോടൊപ്പം ഗ്ലൂക്കോസും ഉണ്ടാവുമ്പോൾ ആ സമയം ശരീരത്തിൽ പ്രോപ്പർ പ്രൊപ്പോർഷനിൽ ഓക്സിജൻ ലഭിക്കുകയാണെങ്കിൽ അപ്പോൾ ഇൻസുലിൻ ഗ്ലൂക്കോസിനെ കത്തിച്ച് ഊർജമാക്കി മാറ്റുന്നു. ശരീരത്തിൽ ഡയബറ്റിക് ഷുഗർ എന്ന ഒരു രോഗവും ഉണ്ടാവില്ല. കാരണം ഡയബറ്റിസ് വളരെ ഭയാനകമേറിയ ഒരു രോഗമാണ്. അതൊരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ ഞാൻ വിശദീകരിക്കാം. ശരീരത്തിൽ ഓക്സിജന്റെ മഹത്വം എന്താണ്? നമ്മുടെ ബ്ലഡ് സെൽസ് ഓക്സിജൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇതാണ് ഓക്സിജന്റെ മഹത്വം. മാഗ്നറ്റ്, അതായത് ബയോമാഗ്നറ്റ്, ശരീരത്തിൽ ഓക്സിജൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഇനി നമുക്ക് ഡയബറ്റിസിനെ കുറിച്ച് മനസ്സിലാക്കാം. ഡയബറ്റിസിന്റെ മൂലകാരണം എന്താണ്? ഡയബറ്റിസ് എങ്ങനെ ഉണ്ടാകുന്നു? ഇതെങ്ങനെ നമുക്ക് ഒഴിവാക്കാം? ഇതിനെല്ലാം കുറിച്ച് നമുക്ക് ഡയബറ്റിസിന്റെ സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ നമ്മളോട് സംസാരിക്കുകയാണ്. ഇന്ത്യ ലോകത്തിലെ ഡയബറ്റിക് ക്യാപിറ്റലായിട്ട് മാറിയിരിക്കുന്നു. നമ്മളിപ്പോ ഹൈപ്പർ ടെൻഷനുള്ള രോഗികളെയും ഡയബറ്റിക് രോഗികളെയും കാണാറുണ്ട്. അവർക്ക് ക്ഷീണം തോന്നും. അവർക്ക് ക്ഷീണം വരുന്നതിനുള്ള കാരണം അവരുടെ കാപ്പിലറീസ് അല്ലെങ്കിൽ വെസൽസ് അല്ലെങ്കിൽ വെയിൻ അല്ലെങ്കിൽ ആർട്ടറീസ് ഇവയ്ക്കെല്ലാം ഉള്ളിൽ കൊഴുപ്പടിഞ്ഞുകൂടിയിട്ട് അവ ചുരുങ്ങിപ്പോകുന്നു. ഇവ ഇങ്ങനെ ചുരുങ്ങിപ്പോകുന്നതിനാൽ ഇവയിലൂടെ ഒഴുകേണ്ട രക്തത്തിന്റെ അളവ് കുറഞ്ഞു പോകുന്നു. ഈ രക്തം ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കും എത്തേണ്ടതാണ്. ഹാർട്ടിലേക്ക് പോകണം, ബ്രെയിനിലേക്ക്, കിഡ്നിയിലേക്ക്, പിന്നെ മസിലിലേക്ക്. രക്തത്തിന്റെ ഒഴുക്ക് കുറയുന്നതിനാൽ ഈ അവയവങ്ങളുടെ പ്രവർത്തനം കുറയുന്നു. അങ്ങനെ മനുഷ്യർക്ക് ക്ഷീണം അനുഭവപ്പെടുന്നു. ഈ ക്ഷീണത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടണമെങ്കിൽ ഈ കാപ്പിലറീസ് എല്ലാം ക്ലീൻ ആയിരിക്കണം, വെസൽസ് ക്ലീൻ ആയിരിക്കണം. പിന്നെ ഏത് ജോലി ചെയ്യണമെങ്കിലും ഓക്സിജൻ അത്യാവശ്യമാണ്, ഫ്യൂവൽ ആവശ്യമാണ്. ഓക്സിജൻ തന്നെ ഒരു ഫ്യൂവലാണ്. ഇത് നമുക്ക് ലഭിച്ചില്ലെങ്കിൽ ഓർഗൻസ് പ്രവർത്തിക്കില്ല. അങ്ങനെയാകുമ്പോൾ പ്രമേഹം, അതായത് ഇൻസുലിന്റെ കുറവ്, നമ്മുടെ ശരീരത്തെ നശിപ്പിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ബ്ലോക്കുകൾ ഉണ്ടാകുന്നു. ഇതുപോലെ നമ്മുടെ ബ്രെയിനിന് ബ്ലോക്കുകൾ ഉണ്ടായാൽ അതിനെ ബ്രെയിൻ സ്ട്രോക്ക് എന്ന് വിളിക്കുന്നു. ഹാർട്ടിന് ബ്ലോക്കുകൾ ഉണ്ടായാൽ നമ്മൾ അതിനെ ഹാർട്ട് അറ്റാക്ക് എന്ന് വിളിക്കുന്നു. നമുക്ക് ഹാർട്ട് അറ്റാക്കോ ബ്രെയിൻ സ്ട്രോക്കോ വന്നു കഴിഞ്ഞാൽ അതിനടുത്തുള്ള അവയവങ്ങൾക്കും ടിഷ്യൂകൾക്കും പ്രോപ്പറായി ബ്ലഡ് ലഭിക്കില്ല. ബ്ലഡ് നമുക്ക് ആവശ്യമെന്ന് പറയാൻ കാരണം അതിനകത്ത് ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ ഇല്ലെങ്കിൽ ഒരു ടിഷ്യൂവും സർവൈവ് ചെയ്യില്ല. അതായത് ബ്രെയിൻ ഫംഗ്ഷൻ ശരിയായി നടക്കുന്നതിന്, ഹാർട്ടിന്റെ ഫംഗ്ഷൻ ശരിയായി നടക്കുന്നതിന് പ്രോപ്പർ ബ്ലഡ് സപ്ലൈയുടെ ആവശ്യമുണ്ട്. ഈ ബ്ലഡ് സപ്ലൈ
നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും കാരണത്താൽ ബ്ലോക്കുകൾ ഉണ്ടായാൽ ഈ അവയവങ്ങൾക്ക് ലഭിക്കില്ല. അപ്പോൾ നമ്മുടെ അൾട്ടിമേറ്റ് എയിം ഈസ് ടു പ്രൊവൈഡ് പ്രോപ്പർ ഓക്സിജനേഷൻ ടു ദ ബോഡി. ഇപ്പോൾ നമ്മുടെ ബ്ലഡ് വെസൽസ് ക്ലിയർ ആണെങ്കിൽ പ്രോപ്പറായി ഓക്സിജൻ അതിലൂടെ പാസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഓർഗൻസ് നന്നായി പ്രവർത്തിക്കുകയും നമ്മൾ ഹെൽത്തി ആവുകയും ചെയ്യും. താങ്ക് യു. താങ്കൾ ഒരു വിശദമായ അറിവ് ഞങ്ങൾക്ക് തന്നു. മാത്രമല്ല, അങ്ങ് തന്ന വിവരങ്ങൾ നമ്മുടെ ജനങ്ങൾ ഉപയോഗപ്രദമായ രീതിയിൽ വിനിയോഗിക്കുമെന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു. താങ്ക് യു. ഇന്ന് നമ്മുടെ സാറ്റലൈറ്റ്, മൊബൈൽ, ഇന്റർനെറ്റ് എല്ലാം തന്നെ ഭൂമിയുടെ മാഗ്നറ്റിക് ഫ്രീക്വൻസി കൊണ്ടാണ് നിലനിൽക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ പരിസ്ഥിതിയിൽ ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. നമ്മുടെ ചുറ്റും ഇരുമ്പ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇതിനാൽ ഭൂമിയുടെ നാച്ചുറൽ മാഗ്നറ്റിക് പവർ ഈ ഇരുമ്പ് വലിച്ചെടുക്കുന്നതിനാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഡിസ്റ്റർബ്ഡ് ആവുന്നു. അങ്ങനെ അനുദിനം റേഡിയേഷൻ കൂടുന്നു. 4Gക്ക് ശേഷം 5G വന്നു കഴിഞ്ഞു. ഇനി 5Gക്ക് ശേഷം 6G വരും. ഈ റേഡിയേഷൻ മൂലം നമ്മുടെ ബ്ലഡ് സർക്കുലേഷനിൽ വ്യതിയാനം സംഭവിക്കുന്നു. ഇങ്ങനെ വ്യതിയാനം സംഭവിക്കുന്നതിനാൽ നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറയുന്നു. ഇന്ന് ഓരോ വ്യക്തിയുടെയും മുഖം ശ്രദ്ധിച്ചാൽ അത് സ്ട്രെസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സ്ട്രെസ് നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ കോർട്ടിസോൾ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നു. നമ്മൾ ശ്വസിക്കുന്ന വായു ലെൻസിൽ ചെന്നതിന് ശേഷം ശരീരം മുഴുവൻ വ്യാപിക്കേണ്ടതാണ്. എന്നാൽ ഈ ഹോർമോൺ കാരണം ഈ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കുന്നില്ല. ഇതിനെല്ലാം കാരണം സ്ട്രെസ്, ലൈഫ് സ്റ്റൈൽ, റേഡിയേഷൻ, പൊല്യൂഷൻ എന്നിവയാണ്. ഇന്ന് നമ്മുടെ ഭക്ഷണത്തിൽ പോലും ഒരുപാട് കെമിക്കൽസ് അടങ്ങിയിരിക്കുന്നു. പച്ചക്കറികളിൽ പോലും നമ്മൾ ഒരുപാട് രാസ കീടനാശിനികൾ ഉപയോഗിക്കുന്നു. ഇതെല്ലാമാണ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. ഇന്ന് നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടേണ്ട 5 എലമെന്റ്സ് ശരിയായ രീതിയിലും പിന്നെ കൃത്യമായ അളവിലും നമുക്ക് ലഭിക്കുന്നില്ല. സൂര്യനിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട ഇൻഫ്രാറെഡ് രശ്മികൾ പോലും ശരിയായ അളവിൽ കിട്ടുന്നില്ല. നോക്കൂ, ഇൻഫ്രാറെഡ് രശ്മികളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. ഇന്ന് മാസം തികയാതെ 7 or 8 മാസത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ഈ ഇൻഫ്രാറെഡ് രശ്മികളാണ് അവരുടെ ജീവൻ നിലനിർത്തുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ അവരെ ഗ്ലാസ് ചേമ്പറിൽ വെക്കുന്നത്? അതിലൂടെ അവരുടെ ശരീരത്തിലേക്ക് ഇൻഫ്രാറെഡ് രശ്മികളും ഓക്സിജനും നൽകുന്നു. അതാണ് അവരുടെ ജീവന് കരുത്തേകുന്നത്. അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഇൻഫ്രാറെഡ് രശ്മികൾ. ശുദ്ധവായു നിറഞ്ഞു നിൽക്കേണ്ട നമ്മുടെ ഈ പരിസ്ഥിതി ഓരോ ദിവസം കൂടുന്തോറും വളരെ മലിനമാക്കപ്പെടുകയാണ്. ആരാണ് നമ്മുടെ ഈ പരിസ്ഥിതിയെ മലിനമാക്കിയത്? മനുഷ്യൻ. ഇന്ന് വായു, വെള്ളം എല്ലാം മലിനമാക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ചുറ്റുപാടും ഇപ്പോൾ ഇരുമ്പാണ്. 150 വർഷം മുമ്പ് ഇത്രയും ഇരുമ്പിന്റെ സാന്നിധ്യമില്ലായിരുന്നു. 150 വർഷം മുമ്പുള്ള മനുഷ്യർ പ്രകൃതിയുമായി ഇഴചേർന്ന് ജീവിച്ചു. രാത്രി 7-7:30 ആകുമ്പോൾ തന്നെ ഗ്രാമം മുഴുവൻ ഉറങ്ങും. പഴയ കാലത്തെ വീടുകൾ മണ്ണ്, കല്ല്, മരം എന്നിങ്ങനെ പ്രകൃതിദത്തമായ വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിച്ചത്. അതിൽ ഇരുമ്പേ ഉണ്ടായിരുന്നില്ല. അവർ നേരത്തെ ഉറങ്ങുന്നത് കൊണ്ട് നേരത്തെ എഴുന്നേറ്റിരുന്നതിനാൽ അവർക്ക് സൂര്യരശ്മികൾ ലഭിച്ചിരുന്നു. അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറും ബ്ലഡ് സർക്കുലേഷനും വർദ്ധിപ്പിച്ചു. സൂര്യരശ്മികൾ നമുക്ക് ലഭിക്കേണ്ടത് അതിരാവിലെ 4-4:30 മണിക്കുള്ള ബ്രഹ്മ മുഹൂർത്തത്തിലാണ്. അന്നത്തെ ആളുകൾക്ക് മുഴുവൻ അത് ലഭിച്ചിരുന്നു. നഗ്നപാതരായാണ് അവർ നടന്നിരുന്നത്. അവർ ഉറങ്ങിയിരുന്നത് നിലത്തും മരക്കട്ടിലുമായിരുന്നു. അക്കാലത്തുള്ള ആളുകൾ ഭൂമിയുമായി വളരെയധികം ബന്ധപ്പെട്ടിരുന്നു. ഭൂമിയുമായുള്ള സമ്പർക്കം ഉണ്ടായിരുന്നതിനാൽ അവർക്ക് പരിപൂർണമായ രീതിയിൽ മാഗ്നറ്റിക് പവർ ലഭിച്ചിരുന്നു. കിണറിലെ വെള്ളം കുടിച്ചിരുന്നതിനാൽ അവർക്ക് മിനറൽസ് ലഭിച്ചു. ഇന്ന് കിണറുകൾ കഴുകുകയാണെങ്കിൽ അതിൽ ധാരാളം അഴുക്കുകൾ ഉണ്ടാവും. അന്ന് വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിനാൽ അന്ന് അന്തരീക്ഷ മലിനീകരണവും ഉണ്ടായിരുന്നില്ല. അക്കാലത്തെ എല്ലാം ശുദ്ധമായിരുന്നു. അന്ന് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചിരുന്നില്ല. പണ്ടൊക്കെ ആളുകൾക്ക് വളരെ ശുദ്ധമായ വായു ലഭിച്ചിരുന്നു. അവർ അതിരാവിലെ തന്നെ എഴുന്നേറ്റിരുന്നു. അതിനാൽ അവർക്ക് ഓസോൺ, ഓക്സിജനും ഇൻഫ്രാറെഡ് രശ്മികളും ലഭിച്ചു. അന്ന് ചെരുപ്പിന്റെ ഉപയോഗം ഇല്ലാത്തതിനാൽ ഭൂമിക്ക് മുകളിൽ അവർ നഗ്നപാതരായാണ് നടന്നിരുന്നത്. അവർ വയലുകളിൽ കഠിനമായ ജോലികൾ ചെയ്തിരുന്നു. ഇവർ പ്രകൃതിയുമായി ബന്ധപ്പെട്ടിരുന്നതിനാൽ അവർക്കാർക്കും തന്നെ യാതൊരുവിധ രോഗങ്ങളും ഉണ്ടായിരുന്നില്ല. ഇന്ന് ശാസ്ത്രം ഇത്രയധികം വളർന്നിട്ട് പോലും പലതരത്തിലുള്ള രോഗങ്ങളും പിടിപെടുന്നു. ദൈവം നമുക്ക് നൽകിയ ആയുസ് ഏകദേശം 100 മുതൽ 150 വർഷം വരെയാണ്. എന്നാൽ ഇന്ന് നമ്മൾ ആ ആയുസ് 40, 50 അല്ലെങ്കിൽ 60, 70 വർഷമാക്കി കുറച്ചിരിക്കുകയാണ്. 5 എലമെന്റ്സ് ലഭിക്കാത്തത് മൂലമാണ് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ പിടിപെടുന്നത്. നമ്മുടെ ശരീരത്തിന് 5 എലമെന്റ്സ് കൂടിയേ തീരൂ. മറ്റൊന്നിന്റെയും തന്നെ ആവശ്യം വരുന്നില്ല. എന്നാൽ നമുക്കിത് കൃത്യമായ രീതിയിൽ ലഭിക്കുന്നില്ല. നമുക്ക് രോഗങ്ങൾ ഇല്ലാഞ്ഞിട്ട് പോലും നമ്മൾ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും മരുന്നുകൾ വാങ്ങിക്കൂട്ടുകയാണ്. ഈ പഞ്ചഭൂതങ്ങളുടെ കുറവുകൾ കൊണ്ടാണ് നമുക്ക് ഇത്രയും മരുന്നുകൾ കഴിക്കേണ്ടി വരുന്നത്. പിന്നെ ഈ ലോകത്ത് ഒരു ഡോക്ടർമാർ പോലും നമ്മുടെ ജീവന് ഒരു ഗ്യാരണ്ടിയോ വാറണ്ടിയോ ഒട്ടും തന്നെ തരുന്നില്ല. ലോകത്തിൽ ഒരു ഡോക്ടറും നമുക്ക് ഒരു ഗ്യാരണ്ടിയും വാറണ്ടിയും തരുന്നില്ല. എന്നാൽ നമ്മൾ സർജറിക്ക് വിധേയരായാൽ, അതായത് ഹാർട്ട് സർജറി, ബൈപ്പാസ് സർജറി, ഓപ്പൺ ഹാർട്ട് സർജറി, കിഡ്നിയുടെ സർജറി, അങ്ങനെ സർജറികൾ ചെയ്യുമ്പോൾ ഡോക്ടർ നിങ്ങളിൽ നിന്നും എഴുതി വാങ്ങിക്കും ജീവിക്കാൻ 1% പോലും ഗ്യാരണ്ടിയും വാറണ്ടിയും ഇല്ല എന്ന്. ഗ്യാരണ്ടി എന്ന് പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞങ്ങളുടെ ഓഫീസിൽ ഒരു പ്രിന്റർ ഉണ്ടായിരുന്നു. അത് പ്രവർത്തിപ്പിച്ചിരുന്നയാൾ പ്രിന്റിംഗ് പ്രസ്സിൽ ജോലി ചെയ്തിരുന്നു.
57-ാം വയസ്സിൽ അദ്ദേഹത്തിന്റെ ശമ്പളം 22,000 ഒരു ദിവസം വീട്ടിൽ അയാൾ തലകറങ്ങി വീഴാൻ ഇടയായി. വീട്ടുകാർ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം കോമ സ്റ്റേജിലായി. അതിനുള്ള ചികിത്സകൾ തുടർന്നുകൊണ്ടേയിരുന്നു. 16 മുതൽ 17 ദിവസം വരെ അദ്ദേഹം കോമയിൽ തുടർന്നു. 18 മുതൽ 19 ലക്ഷം വരെ വീട്ടുകാർക്ക് ബിൽ എമൗണ്ട് അടയ്ക്കേണ്ടി വന്നു. 22,000 രൂപ ശമ്പളമുള്ള ഈ വ്യക്തി 18-19 ലക്ഷം രൂപ വരെ കെട്ടിവെച്ചിട്ടും രക്ഷപ്പെടാനായില്ല. ഇത് നാം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഓക്സിജനെയും ബ്ലഡ് സർക്കുലേഷനെയും കുറിച്ച് മനസ്സിലാക്കുക. ഹാർട്ട് അറ്റാക്ക് വന്നതിന് ശേഷം ബൈപ്പാസ് ചെയ്യുന്നതിന് വേണ്ടി 5 ലക്ഷം രൂപ വരെ നമ്മൾ ചിലവാക്കുന്നു. അതിനുള്ള മുൻകരുതലുകൾ നമ്മൾ എടുക്കണം. ഇത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റാണ് ഞങ്ങളുടേത്. ഈ പ്രോഡക്റ്റ് ആദ്യം തന്നെ സ്വയം ആരോഗ്യവാനാണെന്ന് കരുതുന്ന ഒരാൾ തന്നെ ഉപയോഗിച്ചു നോക്കണം. അനാരോഗ്യമുള്ളവരും ഇത് ഉപയോഗിച്ചു നോക്കണം. നമ്മളിൽ ഓരോ വ്യക്തിയും ഈ ബയോ മാഗ്നറ്റിക് ഉൽപ്പന്നത്തെ ഒരു പ്രിവെൻഷനായും ആസ് എ ഹീലർ നമ്മുടെ ശരീരത്തിനെ ഹീൽ ചെയ്യുന്നു. നമ്മുടെ പ്രശ്നങ്ങളെ കുറച്ചു കൊണ്ടുവരും. പക്ഷേ ഇതൊരു മാന്ത്രിക വടിയല്ല. നിങ്ങൾ ഉറങ്ങിയാലും മാഗ്നറ്റിക് ബോട്ടിൽ വെള്ളം കുടിച്ചാലും ബ്രേസ്ലെറ്റ് ധരിച്ചാലും നിങ്ങളുടെ അസുഖം പെട്ടെന്ന് ഭേദമാകണമെന്നില്ല. അതിന് സമയമെടുക്കും. നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി തന്നെ കാത്തിരിക്കണം. ഓക്കെ, മാഗ്നറ്റ് നിങ്ങളുടെ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, ശരീരം അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു, പിന്നെ നിങ്ങളുടെ ജീവിത രീതി എന്നിങ്ങനെ എല്ലാം ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. മാഗ്നറ്റ് അതിന്റെ ജോലി ചെയ്യും, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക. ഈച്ച് ആൻഡ് എവറി പേഴ്സൺ, ഭൂമിയിലെ ഓരോ വ്യക്തിയും, ലോകത്തിലെ ഓരോ മനുഷ്യർക്കും, മൃഗങ്ങൾക്കും, സസ്യങ്ങൾക്കും, കൃഷിക്കും ഞങ്ങളുടെ ഈ മാഗ്നറ്റിക് പ്രൊഡക്ട്സ് ലഭ്യമാണ്. ബയോമാഗ്നറ്റ് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ മികച്ചതാക്കി ഓക്സിജൻ വർദ്ധിപ്പിക്കുന്നു. ആദ്യം തന്നെ നമ്മുടെ ശരീരത്തിലുള്ള കെമിക്കൽ ടോക്സിനുകളെ, അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും നമ്മൾ ശ്വസിക്കുന്ന വായുവിലൂടെയും നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നതാകാം. ഇവയെല്ലാം തന്നെ ഈ ബയോമാഗ്നറ്റിസം ബ്ലഡ് സർക്കുലേഷനെ ഇംപ്രൂവ് ആക്കി വിയർപ്പിലൂടെയോ യൂറിനിലൂടെയോ പുറത്തേക്ക് കളയാൻ നമ്മളെ സഹായിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ മാഗ്നറ്റിക് പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ഇൻഫ്ലുവൻസ് ഇല്ലെങ്കിൽ, ഈ എല്ലാ ടോക്സിനുകളും നിങ്ങളുടെ ശരീരത്തിൽ നിന്നും പുറത്തു പോകാതെ ശരീരത്തിനുള്ളിൽ തന്നെ അടിഞ്ഞുകൂടും. ഇത് നിങ്ങൾ ഇന്റർനെറ്റിൽ പോയി സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് മനസ്സിലാക്കാം. വൈറസിന് പ്രിയപ്പെട്ട ഭക്ഷണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ടോക്സിൻ മാത്രമായിരിക്കും. ശരീരത്തിൽ എത്രത്തോളം ടോക്സിൻ ഉണ്ടോ അത്രത്തോളം വൈറസും ശരീരത്തിലേക്ക് പ്രവേശിക്കും. അങ്ങനെ ബോഡി ഇല്ലാതാകും. നാം ഇന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വാങ്ങുന്ന മരുന്നുകളെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന് സത്യത്തിൽ ആവശ്യമുള്ളവയല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ശരീരത്തിന് എന്താണ് വേണ്ടത് ഇത്രമാത്രം മനസ്സിലാക്കുക. നമ്മുടെ ശരീരത്തിന് എന്താണ് വേണ്ടത്? മനുഷ്യ ശരീരത്തിന് പഞ്ചഭൂതങ്ങൾ മാത്രമാണ് ആവശ്യം, അല്ലാതെ മറ്റൊന്നും ആവശ്യമില്ല. നല്ല ആരോഗ്യത്തോടുകൂടി ശരീരം ഇരിക്കണമെങ്കിൽ പഞ്ചഭൂതങ്ങളുടെ ആവശ്യമുണ്ട്. ഇന്ന് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ ക്യൂ നിന്നുകൊണ്ട് ആയിരക്കണക്കിന് രൂപയുടെ മരുന്നുകളാണ് വാങ്ങിക്കൂട്ടുന്നത്. അത്രയും കെമിക്കൽ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇന്ന് ഓരോ ജംഗ്ഷനുകളിലും ഒരുപാട് മെഡിക്കൽ സ്റ്റോറുകളുണ്ട്. അതെന്തുകൊണ്ടാണെന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കണം. ഇതിനായി പഞ്ചഭൂതങ്ങളെയും ബ്ലഡ് സർക്കുലേഷനെയും ഓക്സിജനെയും പിന്നെ മാഗ്നറ്റിസത്തിനെയും കുറിച്ച് മനസ്സിലാക്കണം. ഇതെല്ലാം മനസ്സിലാക്കാത്തിടത്തോളം കാലം നമ്മൾ എത്ര മരുന്ന് കഴിച്ചാലും, നല്ല രീതിയിൽ ഡയറ്റ് എടുത്താലും, ന്യൂട്രീഷ്യസ് അടങ്ങിയ ഭക്ഷണം കഴിച്ചാലും നിങ്ങളുടെ ശരീരത്തിന് ഒരു ഫലവും ഉണ്ടാവില്ല. ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം ശരിയല്ലെങ്കിൽ നിങ്ങൾ ഒരു മരുന്ന് കഴിച്ചിട്ടും പ്രയോജനമുണ്ടാവില്ല. നിങ്ങളുടെ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം തകരാറിലാണെങ്കിൽ നിങ്ങൾ എന്ത് നല്ല ആഹാരം കഴിച്ചാലും 2-2.5 മണിക്കൂറിന് ശേഷം അത് ടോയ്ലറ്റിൽ ഫ്ലഷ് ആയി പോകും. അതിനാൽ ബ്ലഡ് സർക്കുലേഷനെയും ഓക്സിജൻ ലെവലിനെയും ബയോമാഗ്നറ്റിസത്തെയും വളരെ ആഴത്തിൽ മനസ്സിലാക്കണം. ഈ പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു വരണമെങ്കിൽ ഇതിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കണം. ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, മാഗ്നറ്റിസത്തെ കുറിച്ചുള്ള ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ലഭ്യമാണ്. അതിനെക്കുറിച്ചുള്ള ഒരുപാട് ഡാറ്റാസ് ഇന്റർനെറ്റിലും നമുക്ക് ലഭ്യമാണ്. ആദ്യം അതെല്ലാം പഠിക്കണം. ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നമ്മൾ പുറത്തു കടക്കണമെങ്കിൽ മാഗ്നറ്റിസത്തെയും ബ്ലഡ് സർക്കുലേഷനെയും ഡിസോൾവ്ഡ് ഓക്സിജനെയും നമ്മൾ വിശദമായി മനസ്സിലാക്കണം. പഞ്ചഭൂതങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം. നാച്ചുറൽ തെറാപ്പി എന്തെന്നറിയണം. അതിന് നമ്മൾ പ്രകൃതിയോട് കൂടുതൽ അടുത്തിടപഴകേണ്ടി വരും. പ്രകൃതിക്കെതിരായാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് 40, 50, 55, 60 വയസ്സുകളിൽ നമ്മുടെ ശരീരം നിലച്ചു പോകുന്നത്. അതിനാൽ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഭക്ഷണത്തിലും കെമിക്കലാണ്, വെള്ളത്തിലും കെമിക്കലാണ്, വായുവിലും കെമിക്കലാണ്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഈ കെമിക്കൽ ടോക്സിനുകളെ പുറന്തള്ളുന്നതിൽ മാഗ്നറ്റിസത്തിനും ബ്ലഡ് സർക്കുലേഷനും വളരെ വലിയ പങ്കുണ്ട്. ഇതും നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കണം. നമ്മുടെ ശരീരത്തിലെ ഓരോ ബ്ലഡ് സെൽസും ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്രീക്വൻസി സൃഷ്ടിക്കുന്നു. ഭൂമിയും ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്രീക്വൻസി സൃഷ്ടിക്കും. അത് ഞാൻ മുമ്പ് പറഞ്ഞതാണ്. അതായത് നമ്മുടെ ഭൂമി സ്വയം ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്രീക്വൻസി പുറപ്പെടുവിക്കുന്നു. ഭൂമിയുടെ ഔട്ടർ കോർ തന്നെ സ്വയം ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്രീക്വൻസി റിലീസ് ചെയ്യുന്നു. ഞങ്ങൾ നിർമ്മിക്കുന്ന ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങളിലും ബയോമാഗ്നറ്റിക് ഫ്രീക്വൻസി ഉണ്ട്. ബയോമാഗ്നറ്റ് ഓൾസോ ജനറേറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്രീക്വൻസി. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്രീക്വൻസി കാരണം നമ്മുടെ ശരീരം 10 to 100 വോൾട്ടേജ് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിനാലാണ് നമ്മുടെ ഓരോ അവയവങ്ങളും പ്രവർത്തിക്കുന്നത്.
കൃത്യമായ രീതിയിൽ അവയവങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇലക്ട്രിസിറ്റി ആവശ്യമാണ്. ഞങ്ങളുടെ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രകൃതിയിൽ നിന്നും മാഗ്നറ്റിക് ഫ്രീക്വൻസി ലഭിക്കുന്നു. നിങ്ങൾക്ക് കുറഞ്ഞ അളവിൽ കിട്ടുന്ന ഈ മാഗ്നറ്റിക് പവറിനെ ശരിയായ അളവിൽ കിട്ടാൻ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ സഹായിക്കുന്നു. അതിനാൽ ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം. ഞങ്ങൾക്ക് ധാരാളം പ്രോഡക്ട്സ് ഉണ്ട്. ബയോമാഗ്നറ്റിക് മാട്രസ്, വാട്ടർ എനർജി പാഡ്, പിന്നെ ജംബോ ബ്രേസ്ലെറ്റ്, അങ്ങനെ 30 മുതൽ 32 വരെ നിരവധി ഉൽപ്പന്നങ്ങളുണ്ട്. ഈ മാഗ്നറ്റിക് പ്രൊഡക്ട്സുകളെല്ലാം തന്നെ 15-16 വർഷമായി വളരെ ശാസ്ത്രീയപരമായ രീതിയിൽ തന്നെയാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ബയോമാഗ്നറ്റിക് പ്രൊഡക്ട്സ് നമ്മുടെ ശരീരത്തിലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്രീക്വൻസിയെ ഇംപ്രൂവ് ചെയ്യുന്നതിൽ വളരെയധികം സഹായിക്കുന്നു. നമ്മുടെ ശരീരം മുഴുവൻ ബ്ലഡ് സെൽസ് കൊണ്ട് നിർമ്മിതമാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ ബ്ലഡ് സെൽസും ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യുന്നു. നമ്മുടെ ശരീരം മാഗ്നറ്റിക് ഫ്രീക്വൻസി കൊണ്ട് 10 to 100 വോൾട്ടേജ് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നു. ഇതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിന്റെ മെക്കാനിസം റൺ ചെയ്യുന്നതും നമ്മുടെ ശരീരത്തിൽ ഫംഗ്ഷൻ ചെയ്യുന്നതും. നമ്മുടെ സംസാരം, ചലനം, കേൾവി, കിഡ്നിയുടെ ഫംഗ്ഷൻ, ഹാർട്ടിന്റെ ഫംഗ്ഷൻ, ബ്രെയിനിന്റെ ഫംഗ്ഷൻ, ഇതൊക്കെ എപ്പോഴാണ് നടക്കുന്നത്? നമ്മുടെ ശരീരം പ്രകൃതിയിൽ നിന്നും ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്രീക്വൻസി വലിച്ച് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ്. ഈ കാരണത്താൽ നമ്മുടെ ശരീരത്തിലെ ഈച്ച് ആൻഡ് എവരി ഓർഗൻ പാർട്സ് ഫംഗ്ഷൻ ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒറിജിനൽ ബയോമാഗ്നറ്റിക് പ്രൊഡക്ട്സ് തന്നെ ഉപയോഗിക്കേണ്ടതാണ്. ഇതുപോലെയുള്ള ബയോമാഗ്നറ്റിക് വാട്ടർ എനർജി പാഡുകൾ, അതുപോലെ ബയോമാഗ്നറ്റിക് മാട്രസ് പാഡ്, ജംബോ കിങ് ബ്രേസ്ലെറ്റ്, ആന്റി സ്നോറിംഗ് പാഡ്, അതുപോലെ കാലുകളുടെ വേദന മാറ്റാനുള്ള ഉൽപ്പന്നങ്ങളും ഞങ്ങൾക്കുണ്ട്. ഇതുപോലെ 32 ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഘട്ടം ഘട്ടമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് 100% പ്രകൃതിദത്തമാണ്. ഇതിന് യാതൊരു സൈഡ് ഇഫക്ട്സും ഇല്ല. നമ്മുടെ ഭൂമിയിൽ 70% ജലമാണ്. നമ്മുടെ ശരീരത്തിലും 70% ജലമാണ്. നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. വെള്ളവും ഓക്സിജന്റെ മറ്റൊരു രൂപമാണ്. 88% ഓക്സിജനും പിന്നെ ഹൈഡ്രജനും ചേർന്നാണ് വെള്ളം ഉണ്ടാകുന്നത്. വെള്ളം ഒന്ന് തുറന്നു വെച്ച് നോക്കൂ. 3ൽ 2 ഭാഗവും നീരാവിയായി മാറും. വെള്ളവും ഓക്സിജനാണ്. അതിനാൽ മാഗ്നറ്റിക് വാട്ടറിന്റെ ഗുണങ്ങൾ എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം. ജനറലി എല്ലായിടത്തേക്കും മാഗ്നറ്റിന് ടെൻഡൻസി ഉണ്ട്. മാഗ്നറ്റ് അതിന്റെ ഗുണങ്ങൾ മറ്റ് മാഗ്നറ്റുകൾക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതുപോലെ ഈ മാഗ്നറ്റിക് പാഡിൽ ഹൈ പവറുള്ള, ഹൈ കപ്പാസിറ്റിയുള്ള നാച്ചുറൽ ബയോമാഗ്നറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ബോട്ടിലിൽ ചുറ്റിവെച്ചിരിക്കുന്ന വാട്ടർ എനർജി പാഡിൽ വിത്തിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് വെള്ളത്തിലേക്ക് ഇതിന്റെ ഗുണങ്ങളെല്ലാം തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു. വെള്ളം വൈദ്യുതിയെ കടത്തിവിടും. അങ്ങനെ വെള്ളത്തിനുള്ളിൽ ഇലക്ട്രിസിറ്റി പടരുന്നു. അങ്ങനെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്രീക്വൻസിയും വെള്ളത്തിനുള്ളിൽ പടരുന്നു. അങ്ങനെ ഈ വെള്ളം മുഴുവൻ മാഗ്നറ്റിക്കായി മാറുന്നു. ഈ മാഗ്നറ്റിക് വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ ശരീരത്തിൽ മുഴുവൻ ഈ വെള്ളം വ്യാപിക്കും. നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്താണ്? നമ്മുടെ ശരീരം എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു? ബ്ലഡ് സെൽസ് കൊണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കൂ. ഈ വാട്ടർ എനർജി പാഡിലുള്ള മാഗ്നറ്റ് ഈ വെള്ളത്തിനെ എന്താണ് ചെയ്തത്? ഇത് ഈ ബോട്ടിലിനുള്ളിലെ വെള്ളത്തിനെ മാഗ്നറ്റൈസ് ചെയ്തു. ഇത് അതിന്റെ പ്രോപ്പർട്ടി വെള്ളത്തിന് നൽകി. അങ്ങനെ വെള്ളം മാഗ്നറ്റൈസ് ആയി. ഇങ്ങനെയുള്ള വെള്ളം കുടിച്ചപ്പോൾ അത് ശരീരം മുഴുവൻ വ്യാപിച്ചു. ഞാൻ മുന്നേ പറഞ്ഞു നമ്മുടെ ശരീരം എന്തുകൊണ്ടാണ് നിർമ്മിച്ചത്? ബ്ലഡ് സെൽസ് കൊണ്ട്. ബ്ലഡ് സെൽസിനുള്ളിൽ എന്താണ്? ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിന്റെ ഉള്ളിൽ എന്താണ്? അയേൺ. അയേൺ എന്ത് ചെയ്യും? മാഗ്നറ്റിനെ ആകർഷിക്കും. എന്തിനെ ആകർഷിക്കുന്നു? മാഗ്നറ്റിനെ ആകർഷിക്കുന്നു. അപ്പോൾ എന്ത് കോമ്പിനേഷൻ ഉണ്ടായി? നിങ്ങൾ മാഗ്നറ്റിക് വാട്ടർ കുടിച്ചു. അപ്പോൾ ബ്ലഡ് സെൽസിനകത്തുള്ള അയേൺ ഈ മാഗ്നറ്റിക് പവറിനെ പൂർണ്ണമായും വലിച്ചെടുത്തു. മാഗ്നറ്റിനോടൊപ്പം എന്താണ് വന്നത്? വെള്ളം വന്നു. വെള്ളത്തിന് എന്തിന്റെ രൂപമാണ്? ഓക്സിജന്റെ. വീണ്ടും എന്ത് സംഭവിച്ചു? ബ്ലഡ് സെൽസിന് വെള്ളത്തിന്റെ രൂപത്തിൽ ഓക്സിജൻ ലഭിച്ചു. ഇതിനർത്ഥം ഈ ബോട്ടിലുണ്ടായ വെള്ളം ഈ പാഡിന്റെ സഹായത്തോടെ വാട്ടർ കം ഓക്സിജനായി മാറിക്കഴിഞ്ഞു. പൊതുവെ നമ്മുടെ ശരീരത്തിൽ 40-45 വർഷത്തിന് ശേഷം അസ്ഥിയും സന്ധിവേദനയും നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. ഞാനത് നിങ്ങൾക്ക് വിശദമാക്കി തരാം. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരം മുഴുവൻ ബ്ലഡ് സെൽസ് കൊണ്ട് നിർമ്മിതമാണ്. ഈ മുടി, ഈ നഖം, ഈ സ്കിൻ, ഈ എല്ലുകൾ എല്ലാം ബ്ലഡ് സെൽസ് കൊണ്ട് നിർമ്മിതമാണ്. എപ്പോഴാണോ ബ്ലഡ് സെൽസിനുള്ളിൽ ഓക്സിജന്റെ അളവ് കുറയുന്നത്, അപ്പോൾ മുതൽ ജോയിന്റുകളിൽ വേദന അനുഭവപ്പെടുന്നു. ശരീരത്തിൽ ഡിസോർഡറും ഡിസ്ഫങ്ഷനും സംഭവിക്കുന്നു. അങ്ങനെ ലിക്വിഡിന്റെ ഉൽപാദനം കുറയുന്നു. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ജോയിന്റ് പെയിൻ അല്ലെങ്കിൽ സന്ധിവേദന ഉണ്ടാകാൻ തുടങ്ങുന്നു. പിന്നെ നിങ്ങളുടെ അസ്ഥിക്ക് ബലം കുറഞ്ഞു തുടങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ മാഗ്നറ്റിക് പ്രൊഡക്ട്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ എങ്ങനെ സഹായിക്കും? ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഓക്സിജൻ ശരിയായി ലഭിച്ചാൽ അത് നിങ്ങളുടെ എല്ലുകൾ ഫ്ലെക്സിബിൾ ആകാൻ വളരെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഈ മാഗ്നറ്റ് നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ മെച്ചപ്പെടുത്തി
ശരീരത്തിലുള്ള സന്ധിവേദന, അതായത് ജോയിന്റ് പെയിൻ, അത് കുറയ്ക്കുന്നതിനും പഴയതുപോലെ ആകുന്നതിനും വളരെയധികം സഹായിക്കുന്നു. ബയോമാഗ്നറ്റിസത്തിന് യാതൊരു സൈഡ് ഇഫക്റ്റുമില്ല. നാച്ചുറൽ, റെയറർ, വെരി സ്പീഷ്യസ് നിയോഡീമിയം ബയോമാഗ്നറ്റ് ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും നിങ്ങൾക്ക് ഉണ്ടാക്കുന്നില്ല. ഇലക്ട്രിക്കലി ചാർജ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് നിങ്ങളുടെ ശരീരത്തെ ദോഷകരമായി ബാധിക്കും. അത്തരത്തിലുള്ള മാഗ്നറ്റ് ഞങ്ങൾ ഉപയോഗിക്കാറേയില്ല. ഞങ്ങൾ നാച്ചുറൽ ബയോമാഗ്നറ്റ് ആണ് ഉപയോഗിക്കാറുള്ളത്. നാച്ചുറൽ ബയോമാഗ്നറ്റ് നിങ്ങളുടെ ശരീരത്തിന് യാതൊരു തരത്തിലുള്ള സൈഡ് ഇഫക്റ്റും ഉണ്ടാക്കില്ല. നാച്ചുറൽ ബയോമാഗ്നറ്റിന് സീറോ സൈഡ് ഇഫക്റ്റ് ആണ്. എങ്കിലും കുറച്ച് റിയാക്ഷൻസ് ഉണ്ടാവാം. വോമിറ്റിംഗ് ഉണ്ടാവാം, ലൂസ് മോഷൻ ഉണ്ടാവാം, പിന്നെ തലകറക്കം, നീർവീക്കം, ബോഡി പെയിൻ തുടങ്ങിയ ചില കാര്യങ്ങൾ കണ്ടുവരുന്നു. എന്നാൽ ഇതുപോലും 100-ൽ 4 ഹൈലി ഡിഫക്റ്റീവ് ശരീരത്തിൽ സംഭവിക്കുന്നു. ബാക്കി 95% പേർക്കും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും കണ്ടുവരുന്നില്ല. എന്നാൽ ഇംപ്രൂവ്മെന്റ് റിയാക്ഷൻ സംഭവിക്കുന്നത് വളരെ നല്ലതുമാണ്. അത് നിങ്ങളുടെ ശരീരത്തെ സ്വാധീനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു, നിങ്ങളുടെ ശരീരത്തിന്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുമാണ് കാണിക്കുന്നത്. ഇനി മറ്റൊന്ന്, നമ്മുടെ ശരീരത്തിന് വളരെയധികം മാഗ്നറ്റിക് പവർ ആവശ്യമാണ്. എന്നാൽ നിങ്ങളുടെ ചുറ്റും കോടിക്കണക്കിന് ഗോസ് പവർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. കാരണം ശരീരത്തിന് 3, 4, 5 ലക്ഷം ഗോസ് പവർ ആവശ്യമാണെങ്കിൽ അത്രയും മാത്രമേ സ്വീകരിക്കൂ. നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കൂ, നിങ്ങൾ വളരെയധികം ദാഹിക്കുന്നു, 3 ദിവസമായി ദാഹിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ള അത്രയും വെള്ളം നിങ്ങൾ കുടിക്കും, ബാക്കി ഉപേക്ഷിക്കും. നിങ്ങൾക്ക് എത്ര വിശപ്പുണ്ടെങ്കിലും ഒരു ലിമിറ്റ് വരെ ആഹാരം കഴിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം ശരീരം സ്വീകരിക്കുകയില്ല. ഓരോരുത്തരുടെയും ശരീരത്തിൽ ഒരു മെക്കാനിസം ഉണ്ട്. ഒരു നിശ്ചിത ലെവൽ കഴിഞ്ഞാൽ അത് നിൽക്കും. മാഗ്നറ്റ് എത്രത്തോളം ഉണ്ടെങ്കിലും ബോഡിക്ക് ആവശ്യമുള്ളത് മാത്രമേ അത് സ്വീകരിക്കൂ. എക്സ്ട്രാ മാഗ്നറ്റിക് പവറിനെ അത് പുറന്തള്ളുന്നു. അതുപോലെ ഈ ഹോളിനുള്ളിൽ ലക്ഷക്കണക്കിന് ടൺ ഓക്സിജൻ ഉണ്ട്. എന്നാൽ 100 മില്ലി ഓക്സിജൻ മാത്രമേ എന്റെ ശരീരം സ്വീകരിക്കുകയുള്ളൂ. ബാക്കി കൂടുതലായി ശരീരം സ്വീകരിക്കുകയുമില്ല. നമ്മുടെ ശരീരം ബയോമാഗ്നറ്റ് അല്ലെങ്കിൽ എർത്ത് മാഗ്നറ്റ് നൽകുന്ന ഉൽപ്പന്നങ്ങൾ ശരീരത്തിൽ ഉപയോഗിക്കുമ്പോൾ ബോഡിയുടെ റിക്വയർമെന്റ് അനുസരിച്ച് മാത്രമേ അത് ശരീരത്തിൽ സ്വീകരിക്കുകയുള്ളൂ. ഞങ്ങളുടെ ഈ വീഡിയോ, അതായത് ഇത് വിശദീകരിക്കുന്ന ഈ വീഡിയോ 1 മണിക്കൂറിൽ കൂടുതലുണ്ടെന്ന് വളരെ നന്നായിട്ട് അറിയാം. കാരണം ഇത് ഞങ്ങൾ ശാസ്ത്രീയമായ രീതിയിലാണ് വിശദീകരിക്കുന്നത്. നമ്മുടെ ഈ ബയോമാഗ്നറ്റിസം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ബേസിക്കലി ഇത് ഞങ്ങൾ 3 മുതൽ 4 വിഷയങ്ങളായി ചർച്ച ചെയ്യുന്നുണ്ട്. ആദ്യം ബ്ലഡ് സർക്കുലേഷൻ, പിന്നെ നമ്മൾ ശരീരത്തിനുള്ള ഡിസോൾവ് ഓക്സിജനെ കുറിച്ച് സംസാരിച്ചു. അയൺ നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ എങ്ങനെ വ്യാപിപ്പിക്കുന്നു എന്നതിനെ കുറിച്ച് സംസാരിച്ചു. ഈ മാഗ്നറ്റ് ഒരു രോഗത്തിനുമുള്ള മരുന്നല്ല. ഈ മാഗ്നറ്റ് ഉപയോഗിച്ചാൽ ആ രോഗം മാറും, ഈ രോഗം മാറും എന്നൊക്കെ ഈ ബയോട്ടോറിയം പറഞ്ഞിട്ടേ ഇല്ല. ഞങ്ങൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞത് ഇതാണ്: ബ്ലഡ് സർക്കുലേഷൻ ഡിസ്റ്റർബ് ആയാൽ ഓക്സിജൻ ലെവൽ ഡിസ്റ്റർബ് ആവും. അങ്ങനെ ബ്ലഡ് സെൽസ് വീക്ക് ആകും. ഈ ബ്ലഡ് സെൽസ് അൺഹെൽത്തി ആയാൽ പിന്നെ എന്തൊക്കെയാവും സംഭവിക്കുക? ബ്ലഡ് സെൽസ് ഹെൽത്തി ആകാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? പിന്നെ അതിന്റെ മാഗ്നറ്റിസം എന്താണ്? ആൾട്ടർനേറ്റീവ് മാഗ്നറ്റിക് തെറാപ്പി എന്താണ്? അത് ലോകം മുഴുവൻ എന്ത് ചെയ്യുന്നു? അതിനെക്കുറിച്ചൊക്കെ എത്രത്തോളം പുസ്തകങ്ങളുണ്ട്? മാഗ്നറ്റിസം എന്ത് ചെയ്യുന്നു എന്ന് ശാസ്ത്രീയമായി വിശദീകരിച്ചു. അതിനാൽ ഈ ബയോട്ടോറിയം ആ രോഗം മാറും, ഈ രോഗം മാറും എന്ന് യാതൊരു ഗ്യാരണ്ടിയും വാറണ്ടിയും നൽകിയിട്ടില്ല. ഞങ്ങൾ നിങ്ങളെ ഇത് മനസ്സിലാക്കാനാണ് ശ്രമിച്ചത്. അതായത് മാഗ്നറ്റ്, ബയോമാഗ്നറ്റ് ഇത് ഉപയോഗിച്ചു തുടങ്ങിയാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടും, ഹെൽത്തി ആകും. അങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആയാൽ ബൈ ഡിഫോൾട്ട് നമ്മുടെ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് വർദ്ധിക്കും. ഓക്സിജന്റെ അളവ് വർദ്ധിച്ചാൽ ബ്ലഡ് സെൽസ് ഹെൽത്തി ആകും. ഇത് ഒരു തരത്തിലുമുള്ള മരുന്നല്ല. ഒരു രോഗവും മാറ്റാനുള്ള മരുന്ന് ഈ കമ്പനി നൽകുന്നില്ല. ബ്ലഡ് സെൽസ് ഹെൽത്തി ആയാൽ നാച്ചുറലി നിങ്ങളുടെ എല്ലാ രോഗങ്ങളും മാറുന്നതായിരിക്കും. ഞങ്ങൾ ലക്ഷക്കണക്കിന് പ്രോഡക്റ്റുകൾ ഇന്ത്യ മുഴുവൻ വിറ്റ് കഴിഞ്ഞു. അതിനുള്ള ആയിരക്കണക്കിന് സാക്ഷ്യപത്രങ്ങളും ഞങ്ങളുടെ കൈവശമുണ്ട്. അത് ഞങ്ങൾ വീഡിയോയിലൂടെ കാണിക്കുന്നതാണ്. കഴിഞ്ഞ 16 വർഷമായി ഞങ്ങൾ ഇതേ ചെയറിൽ, ഇതേ മേശയിൽ, ഒരേ റൂഫിന് താഴെയിരുന്ന് ബയോമാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുകയാണ്. ഈ ബയോമാഗ്നറ്റിസത്തിനെ കുറിച്ച് ഞങ്ങൾ ശാസ്ത്രീയമായി വിശദീകരിച്ചു കഴിഞ്ഞു. അതിനാൽ ഈ ബയോട്ടോറിയം യാതൊരു വിധത്തിലുള്ള ക്ലെയിമും നൽകുന്നതല്ല. ബയോമാഗ്നറ്റിസം നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആവുകയാണെങ്കിൽ ഗ്രാജുവലി നമ്മുടെ ശരീരം ഹീലാവാൻ തുടങ്ങുന്നു. നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഹീലിംഗ് മെക്കാനിസം സംഭവിക്കുന്നുണ്ട്. ഓൾട്ടർനേറ്റീവ് നാച്ചുറൽ തെറാപ്പി വെച്ചുള്ള ബയോമാഗ്നറ്റിസത്തിന്റെ മുഴുവൻ കൺസെപ്റ്റും ഞങ്ങളുടേതാണ്. നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ നിങ്ങൾക്ക് തുടർന്ന് കഴിക്കാവുന്നതാണ്. അതിൽ യാതൊരുവിധ മാറ്റവും വരുത്തേണ്ടതില്ല. ഭക്ഷണക്രമം നിർദ്ദേശിച്ച രീതിയിൽ തന്നെ നിങ്ങൾക്ക് തുടരാം. ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള കൗൺസിലിംഗും വ്യായാമ മുറകളുമൊക്കെ നിങ്ങൾക്ക് അതുപോലെ തന്നെ തുടരാം. അതിനോടൊപ്പം തന്നെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ മാഗ്നറ്റ് നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്ത് ശരീരത്തിലെ ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിച്ച് സഹായിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പതിയെ പതിയെ റിവേഴ്സ് ആകാനും ഇത് സഹായിക്കുന്നു. 10-ൽ 5 പേർക്ക് ചിലപ്പോൾ ഇത് പ്രയോജനരഹിതമായി വന്നേക്കാം. കാരണം എനിക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ: നിങ്ങളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷന്റെ മെക്കാനിസം ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. അപ്പോൾ ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഒരു തരത്തിലുള്ള മരുന്നോ ക്ലെയിമോ ഗ്യാരണ്ടിയോ വാറണ്ടിയോ ആർക്കും തന്നെ നൽകുന്നില്ല.
ഇക്കാര്യം നിങ്ങൾ വളരെ ശരിയായി മനസ്സിലാക്കണം. കൂടാതെ ബയോമാഗ്നറ്റിക് പ്രൊഡക്ട്സും ഉപയോഗിക്കണം. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷനും ഓക്സിജൻ ലെവലും കൃത്യമാക്കാതിരുന്നാൽ അത് പെർഫെക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ എത്ര തന്നെ ശ്രമിച്ചാലും തല കീഴായി നിന്ന് ഡിസ്കോ കാണിച്ചാലും നിങ്ങളുടെ പ്രശ്നം ഒരിക്കലും ശരിയാകില്ല. ശരിയായാൽ തന്നെ അത് ടെമ്പററി ആയി നിലനിൽക്കും. നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ, മാഗ്നറ്റിസം, അയൺ, ബോഡി ഫംഗ്ഷനിങ്, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. മാഗ്നറ്റ് നമ്മുടെ ശരീരത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു, നമ്മുടെ ബോഡി അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു, മാഗ്നറ്റിക്സിനെ കുറിച്ച് എല്ലാം ഈ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയി കാണണം. കാരണം പകുതി മാത്രം അറിഞ്ഞാൽ അത് വളരെയധികം അപകടകരമാണ്. തുടർന്ന് ഞങ്ങൾ പാർട്ട് ബൈ പാർട്ടായി വീഡിയോ ഇറക്കുന്നതാണ്. പാർട്ട് 1 നിങ്ങൾ കണ്ടു. ഇനി പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4, പാർട്ട് 5 അങ്ങനെ സീരീസുകളായി ഉണ്ടാവും. ഇതെല്ലാം നിങ്ങൾക്ക് ബയോമാഗ്നറ്റിക്സിനെ കുറിച്ച് അറിവ് നൽകാൻ വളരെയധികം സഹായിക്കും. ഇതിനെക്കുറിച്ച് പല ഭാഷകളിലുള്ള വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കും. ഇത് ഞങ്ങളുടെ ആദ്യ ശ്രമമാണ്. ഓരോ ദിവസവും ഞങ്ങൾ ഇത് കൂടുതൽ മെച്ചപ്പെടുത്തി നിങ്ങളുടെ മുന്നിൽ എത്തിക്കും. താങ്ക് യു വെരി മച്ച്. ബെസ്റ്റ് ഓഫ് ലക്ക്. ഈ ഫിലിം വഴിയെ നിങ്ങൾക്ക് പറയാനുള്ള വിവരങ്ങളുടെ കാരണം ചികിത്സയെക്കുറിച്ചല്ല, പിന്നെ ഇത് ആരോഗ്യത്തിന് വേണ്ടിയും ഒരു മരുന്നും കഴിക്കാനുള്ളത് കുറിച്ച് അല്ല. ഈ വീഡിയോ വഴിയെ നിങ്ങൾക്ക് ഒരു ചികിത്സാ വാഗ്ദാനങ്ങളും തരുന്നില്ല. പിന്നെ ഈ ബയോട്ടേറിയം പ്രോഡക്ട്സിന് ഒരു ഗ്യാരണ്ടിയും വാറണ്ടിയും തരുന്നില്ല. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഡോക്ടറിന്റെ അഡ്വൈസ് അല്ലാതെ ഒന്നും ചെയ്യണമെന്നുള്ള അർത്ഥമല്ല. ഇത് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് അഡ്വൈസ് എടുക്കുന്നത് നല്ലതായിരിക്കും. Information provided through this film is not intended to render medical or professional services and should not be used for diagnosis or as a substitute for any healthcare medicines or products. eBiotorium does not make any therapeutic claims regarding the